കത്തോലിക്ക വിശ്വാസിയും ഓർത്തഡോക്സ് വിശ്വാസിയും ഒക്കെ സ്വർഗത്തിൽ പോകും എന്നൊക്കെ പറയാൻ പറ്റുമോ? യേശുവിൽ വിശ്വസിക്കുന്നവര് ഇവരെല്ലാം യേശുവിൽ വിശ്വസിക്കുന്നു. യേശുവിനെ രക്ഷകനായി അംഗീകരിക്കുന്നവരാണല്ലോ കത്തോലിക്ക സഭ മുതൽ. യേശുവിനെ രക്ഷകനായി അംഗീകരിക്കുന്നവര് സ്വർഗത്തിൽ പോകും. പോകത്തില്ലെന്ന് പറയാൻ ഒക്കത്തില്ല. സഭയിലാണെങ്കിലും അപ്പൊ കത്തോലിക്ക സഭയിലുള്ളവര് പോവോ? കത്തോലിക്ക സഭയിലുള്ളവരും പോകും, ഓർത്തഡോക്സാരും പോകും തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയാണ് ഇവിടെ മാനദണ്ഡം പാപപരിഹാരത്തിനായി ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇപ്പം ക്രൂശിലെ കള്ളനെ സംബന്ധിച്ച് അവൻ ഒരു സഭയിലും ഇല്ലായിരുന്നു, ഒരു പ്രവൃത്തിയും അവന്റെ ആയുസ്സിൽ അവൻ ചെയ്തിട്ടില്ല. ഒരൊറ്റ കാര്യമേ അവൻ പറഞ്ഞുള്ളൂ, നീ രാജാവായി വരുമ്പോൾ എന്നെ ഓർക്കണം. അങ്ങനെ വരുമ്പോ നമ്മളോടൊരു മറ്റൊരു ചോദ്യം ചോദിക്കാം. അങ്ങനെയാണ് നിങ്ങൾ എന്തിനാണ് ഈ കത്തോലിക്ക ഓർത്തഡോക്സ് സഭ വിട്ട് ഈ ബെന്തക്കോസിലേക്കും ബ്രദറിലേക്കും പോയെന്ന് ആളുകൾ ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? വചനം പറയുന്ന മറ്റു കാര്യങ്ങൾ കൂടെ അനുസരിക്കേണ്ടത് കൊണ്ട് ആണ് ഞങ്ങളത് വിട്ടുപോയത്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഇന്ന് ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരിനടുത്ത് കല്ലിശ്ശേരി എന്നൊരു സ്ഥലത്താണ്. ഇവിടെ വരാൻ പ്രത്യേക ഒരു കാരണമുണ്ട്. ബഹുമാനപ്പെട്ട MV ബാബു സാറിനെ കാണാൻ വന്നതാണ്. ബ്രദറൻ സമൂഹത്തിൽ ഏതാണ്ട് 3ാം തലമുറയിൽപ്പെട്ടയാളാണ് MV ബാബു സാറ്. അപ്പോൾ ഇന്ന് തൻ്റെ ജീവിതാനുഭവങ്ങളും അതോടൊപ്പം ബ്രദറൻ സഭകളെക്കുറിച്ചും ഒക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള അവസരമുണ്ട്. സാറേ, ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിലേക്ക് സാറിനെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സാറിന്റെ വിലപ്പെട്ട സമയം ഈ അനുഭവസാക്ഷ്യം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുന്നതിൽ നന്ദി അറിയിക്കുന്നു. സാർ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? സാറിന്റെ പേര്, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇവിടെ താമസിക്കുന്നു, എത്ര വർഷമായി ബ്രദറൻ വിശ്വാസമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? എൻ്റെ പേര് MV ബാബു, വീട്ടുപേര് മുളമ്പള്ളിൽ, കല്ലിശ്ശേരിയിലെ മഴുക്കീർ എന്ന് പറയുന്ന സ്ഥലത്താണ്. കല്ലിശ്ശേരിയിൽ ഉൾപ്പെട്ട സ്ഥലമാണ് മഴുക്കീർ. ഞാൻ ബ്രദറൻ സമൂഹത്തിലെ 3ാം തലമുറക്കാരനാണ് ഞാൻ. എൻ്റെ വലിയപ്പനാണ് ഈ വിശ്വാസത്തിലേക്ക് ഓർത്തഡോക്സ് സഭയിൽ നിന്ന് വരുന്നത്. ഓക്കെ, സാറൊക്കെ ഈ ഏത് ക്രൈസ്തവ പശ്ചാത്തലത്തിലാണ്? ഓർത്തഡോക്സ് സഭയിൽ നിന്നാണോ ഈ ബ്രദറൻ വിശ്വാസത്തിലേക്ക് വന്നത്? അതെ, എൻ്റെ വല്യപ്പൻ, എൻ്റെ പിതാവിൻ്റെ അപ്പൻ, അദ്ദേഹം ഓർത്തഡോക്സ് സഭയിൽ നിന്ന്, ഉമയാറ്റുകര ഓർത്തഡോക്സ് സഭയിൽ നിന്നാണ് ബ്രദറൻ വിശ്വാസത്തിലേക്ക് വരുന്നത്. ഓക്കെ, ഈ ഗ്രാൻഡ് ഫാദറിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ ഓർത്തഡോക്സ് സഭ വിട്ട് ഈ ബ്രദറൻ വിശ്വാസം സ്വീകരിക്കാനുള്ള കാരണം എന്നതിനെക്കുറിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ പറയുകയോ ചെയ്തിട്ടുണ്ടോ? ഗ്രാൻഡ് ഫാദർ അത് വ്യക്തമായിട്ട് എൻ്റെ ഫാദറിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫാദറിനോട് ചോദിച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്. ഒരു സൂക്ഷ്മമായ നവീകരണം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില വർഷങ്ങൾക്ക് മുൻപ് എബ്രഹാം മൽപ്പാൻ്റെ നേതൃത്വത്തിലൊരു നവീകരണം കേരളത്തിൽ നടന്നു. എന്നാൽ കുറെ കൂടെ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ സൂക്ഷ്മമായ നവീകരണം, ആ സൂക്ഷ്മമായ നവീകരണത്തിൽ വിശ്വാസത്താലാണ് ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നത്, രക്ഷിക്കപ്പെടുന്നത് എന്ന് സഭ ഇതിനു മുൻപ് പഠിപ്പിക്കുന്നില്ലായിരുന്നു. പ്രവൃത്തിയാൽ സഭയുടെ പ്രമാണങ്ങൾ അനുസരിച്ച് മുമ്പോട്ട് പോയാൽ ആ വ്യക്തി സ്വർഗത്തിൽ പോകും എന്നുള്ള ഒരു പഠിപ്പിക്കലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വ്യക്തിപരമായിട്ട് ക്രിസ്തുവിലുള്ള വിശ്വാസം, അത് മുഖാന്തരമാണ് നീതീകരണം എന്നുള്ള ആ പഠിപ്പിക്കൽ കേരളത്തിൻ്റെ അനേക ഭാഗങ്ങളിൽ മിഷണറിമാർ വന്ന് പഠിപ്പിക്കുവാൻ തുടങ്ങി. സ്വദേശീയരായ ആളുകൾ വന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. ഈ പഠിപ്പിക്കൽ, ഈ ഉപദേശത്തിൽ ആകൃഷ്ടരായിട്ടാണ് ആ വല്യപ്പൻ ഇവിടേക്ക് വരുവാൻ കാരണമായത്. ഓക്കെ, സാറ് ഈ ബ്രദറൻ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. പിന്നീട് ഒരു സുവിശേഷകനായി തീരണം എന്നുള്ള ഒരു താല്പര്യം തോന്നാനുള്ള ഒരു കാരണം എന്താണ്? യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം BA ഡിഗ്രി പഠിച്ചു. അതിനുശേഷം ഞാൻ ഗൾഫിലേക്ക് ജോലിക്കായിട്ട് പോയി. 1974 ഗൾഫിലേക്ക് ജോലിക്ക് പോയി. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഏതാണ്ട് 19 വർഷം അവിടെ ജോലിയിലായിരുന്നു. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന്
മടങ്ങിപ്പോരേണ്ടതായിട്ട് വന്നു. അതിൻ്റെ കാരണം ആ രാജ്യത്ത് സഭാ കൂടിയൂരുകൾക്ക് വലിയ സ്വാതന്ത്ര്യമില്ലായിരുന്നു. എൻ്റെ ഭവനത്തിലാണ് ഞങ്ങൾ 2 സഹോദരന്മാരുടെ വീടുകളിലായിട്ടാണ് കൂടിക്കൊണ്ടിരുന്നത്. അത് 1992 ഡിസംബർ മാസത്തിൽ പോലീസ് വന്ന് റെയ്ഡ് ചെയ്യുകയും ഞങ്ങളെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും ചെയ്തു. 1 മാസത്തിന് ശേഷം ഞങ്ങളെ 2 പേരെയും 2 കുടുംബങ്ങളെയും മടക്കി നാട്ടിലേക്ക് അയച്ചു. തുടർന്ന് ഇവിടെ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇരിക്കുമ്പോൾ എന്നെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം ഇതല്ല എന്ന് പൂർണ്ണമായ ബോധ്യമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവിനെ പൂർണ്ണസമയം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ മുൻപോട്ട് വന്നത്. സാറിന് ഈ ദൈവവിളി ഉണ്ട്, അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള വിളിയാണ് എന്ന് അത് ഒന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു സാഹചര്യം എന്താണ്? അത് എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? ഞാനിവിടെ ഈ നാട്ടിൽ വന്നതിന് ശേഷം വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെയുള്ള പ്രവർത്തനങ്ങളുമാണ് ബ്രദറൻ സഭയുടെ യുവജന വിഭാഗമായ YMEF തുടങ്ങിയ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മിക്കവാറും സുവിശേഷ വേലയിൽ തന്നെയായിരുന്നു. അപ്പോൾ ബ്രദറൻ സഭയിൽ യഥാർത്ഥത്തിൽ പ്രത്യേക വേർതിരിവില്ലാതെ ആർക്കും സുവിശേഷ വേലയിൽ സജീവമായി പങ്കുകൊള്ളാം. അങ്ങനെ ഞാനും പങ്കുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ വളരെ വ്യക്തമായിട്ട് ദൈവം എന്നോട് സംസാരിച്ചു. കാരണം എൻ്റെ ബിസിനസ്സിൽ തുടരുവാൻ ഉള്ള ആഗ്രഹം എനിക്ക് നഷ്ടപ്പെട്ടു. ദൈവം എന്നെ ഈ രാജ്യത്തേക്ക് മടക്കി കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം കർത്താവിന് വേണ്ടി പൂർണ്ണ സമയം അധ്വാനിക്കാനാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടായി. അല്ല, അത് എങ്ങനെയാണെന്ന് ചോദിച്ചോ? വചനത്തിലൂടെയാണോ, അല്ലെ ആരെങ്കിലും ആലോചന പറഞ്ഞതാണോ, അതോ സാറിന് ഇങ്ങനെയുള്ള ഒരു തോന്നൽ ഉണ്ടായതാണോ? എനിക്ക് അങ്ങനെയുള്ള തോന്നലുണ്ടായതാണ്. ദൈവം എന്നോട് സംസാരിക്കുന്നു എന്നുള്ളത് അത് തീർച്ചയായിട്ടും വചനത്തിലൂടെയും ദൈവത്തിൻ്റെ പ്രേരണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എങ്കിൽ മാത്രമേ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കത്തുള്ളല്ലോ. അങ്ങനെ പ്രേരണ മറ്റെന്തെങ്കിലും ഭൗമിക കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. കാരണം നല്ലൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം സാമ്പത്തിക നേട്ടത്തിനോ അങ്ങനെയുള്ള അടിസ്ഥാനത്തിലോ അല്ല ചിന്തയുണ്ടാകുന്നത്. അത് അപ്പോൾ തന്നെ അത് വിട്ടിട്ട് ഞാനിഞ്ഞ് പോരുകയായിരുന്നു. ഓക്കെ, ചെറുപ്പത്തിലെ സൺഡേ സ്കൂളും കാര്യങ്ങളൊക്കെ പഠിച്ചല്ലേ വളർന്നു വന്നു? അത് തീർച്ചയായിട്ടും. അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. സൺഡേ സ്കൂളിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഈ മഴിക്കൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സഭയുണ്ടായിരുന്നു. ആ സഭയിൽ സൺഡേ സ്കൂള് പഠിച്ചുകൊണ്ടിരുന്നു. ഏതാണ്ട് 12 വയസ്സുള്ളപ്പോൾ സൺഡേ സ്കൂൾ അധ്യാപകൻ പറഞ്ഞ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അതിനുശേഷം 1967 വിശ്വാസ സ്നാനം സ്വീകരിച്ച് മഴിക്കൂറിലുള്ള ബ്രദറൻ സഭയോട് ചേർന്ന് കർത്താവിനെ ആരാധിച്ചു വരികയായിരുന്നു. സാറിന്റെ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളുടെ ഒരു റോൾ എന്തായിരുന്നു? മാതാപിതാക്കള് തീർച്ചയായിട്ടും അവര് ശരിയായ മാതൃക എനിക്ക് കാണിച്ചു തന്നു. കാരണം എൻ്റെ മുമ്പിൽ ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട മാതൃക എൻ്റെ കുടുംബത്തിലുള്ള മാതാപിതാക്കളാണല്ലോ. അവര് വളരെ റെഗുലറായിട്ട് യോഗത്തിന് പോവുകയും വിശ്വാസത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നത് എന്നെ വളരെ സ്വാധീനിച്ചു. പ്രത്യേകിച്ചും എൻ്റെ മാതാവ് ഞങ്ങൾ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു. പിതാവും പ്രാർത്ഥിക്കും, എന്നാൽ പ്രത്യേകമായ താല്പര്യത്തോടുകൂടി ആത്മഭാരത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിനെ എനിക്ക് കാണുവാൻ കഴിഞ്ഞു. അത് എന്നെ വളരെയധികം ക്രിസ്തീയ ജീവിതത്തിൽ സ്വാധീനിച്ചു. മാതാപിതാക്കൾക്കൊക്കെ എന്തായിരുന്നു ജോലി? പിതാവ് ഒരു കർഷകനായിരുന്നു. മാതാവ് ഹൗസ് വൈഫ്, വീട്ടിലെ ജോലി, ഞങ്ങളെയൊക്കെ നോക്കുന്ന ജോലി. ഓക്കെ, ചെറുപ്രായത്തില് ഈ പല സുവിശേഷകന്മാരെ കണ്ടിട്ടുണ്ടല്ലോ ബ്രദറൻ സഭകളിൽ. അതെ. അപ്പൊ അതിൽ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള വ്യക്തി ആരായിരുന്നു? എന്നെ പ്രാരംഭകാലത്ത് സ്വാധീനിച്ചിട്ടുള്ള വ്യക്തി ഞങ്ങളുടെ സഭയിലെ സുവിശേഷകൻ, അദ്ദേഹത്തിൻ്റെ പേര് TI ചെറിയാൻ എന്നാണ്. അദ്ദേഹമാണ് ഏർലി ഇയേഴ്സിൽ എന്നെ സ്വാധീനിച്ചത്. പിന്നീട് ദൈവവചനം പഠിക്കുവാനായിട്ടൊക്കെ താല്പര്യമുള്ള കാലങ്ങളിൽ KG തോമസ്, KG കുര്യൻ എന്ന് പറയുന്ന 2 സുവിശേഷകന്മാർ അവരുടെ പ്രസംഗങ്ങൾ അനേക സ്ഥലത്ത് വെച്ച് കേൾക്കുവാനിടയായി. അവർ ഒരു ശരിയായ സ്വാധീനമായിരുന്നു. ഓക്കെ, ബ്രദറൻ സഭകളിൽ തിരുവട്ടാർ കൃഷ്ണക്കുട്ടി സാറ്, ചാൾസ് ജോണ്, ഇതുപോലെയുള്ള ഒരുപാട് പ്രശസ്തന്മാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ. അതെ. അപ്പോൾ അതാരൊക്കെ ആയിരുന്നു സാറിൻ്റെയൊക്കെ ഒരു കാലഘട്ടങ്ങളിൽ ഈ നല്ല സുവിശേഷകരായി അറിയപ്പെട്ടത്, പാട്ടുകാരായി അറിയപ്പെട്ടത്, നല്ല പ്രവർത്തകരായി അറിയപ്പെട്ടിരുന്ന ആരൊക്കെയായിരുന്നു? എനിക്ക് ഒരു 60 വർഷത്തെ
65 വർഷത്തെ ഓർമ്മ ഈ ബ്രദറൻ സമൂഹത്തിൽ, ബ്രദറൻ സഭയിലുണ്ട്. ഞാൻ വളർന്നു വന്ന് എനിക്ക് ആദ്യകാല ഓർമ്മയിലെ പിതാക്കന്മാരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സുവിശേഷകന്മാരെന്ന് പറയുന്നത്, അവർ നല്ല ബൈബിൾ ടീച്ചേഴ്സ് ആയിരുന്നു. അവർ ഒന്നാമത് KG തോമസ് എന്ന് പറയുന്ന ആൾ, രണ്ടാമത് KG കുര്യൻ, Y എസക്കിയൽ എന്ന് പറയുന്ന ഒരു പ്രവചന പഠിതാവുണ്ടായിരുന്നു, AM സാമുവൽ എന്ന് പറയുന്ന മാന്യദേഹം ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി ആളുകളുടെ പേര് പറയുമ്പോൾ VT മത്തായിച്ചൻ, അങ്ങനെയുള്ള ധാരാളം പേരുടെ പേര് പറയുവാനായിട്ട് സാധിക്കും. ഓക്കെ, അവരിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു കണ്ടുപഠിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ടോ? അവരിൽ നിന്ന് അവർ ആഴമായി ദൈവവചനം പഠിക്കുകയും അതുപോലെ പ്രസംഗിക്കുകയും ചെയ്യുന്നവരായിരുന്നു. പ്രത്യേകിച്ചും KG തോമാച്ചനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ കേൾക്കുന്ന പ്രവചന പ്രസംഗങ്ങൾ ഇന്നേക്ക് 65 വർഷങ്ങൾക്ക് മുൻപ് ഇസ്രയേലും ലോകരാഷ്ട്രങ്ങളും എന്ന് പറയുന്ന വിഷയം വളരെ വ്യക്തമായിട്ട് അതിഗംഭീരമായിട്ട് അദ്ദേഹം ഈ സ്ഥലങ്ങളിലൊക്കെ പ്രസംഗിക്കുമായിരുന്നു. മഴുക്കീർ സഭയിൽ ഏതാണ്ട് 2 വർഷത്തോളം ആ വിഷയത്തെ സംബന്ധിച്ച് ക്ലാസ് എടുത്തു. അപ്പോൾ അത് ഇന്നും അത് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു വസ്തുതയാണ്. ഓക്കെ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ ആരൊക്കെയാണ് ഒരു ബ്രദറൻ സഭയിലെ വേദ പണ്ഡിതന്മാർ എന്ന് പറയത്തക്ക രീതിയിലുള്ള ആളുകൾ കേരളത്തിൽ? ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിലെ പണ്ഡിതന്മാർ പ്രസംഗിക്കുന്നവരുമുണ്ട്, വേദപുസ്തകത്തെ ആഴമായി പഠിക്കുന്നവരും ഉണ്ട്. അങ്ങനെ രണ്ടായിട്ട് നമുക്ക് തിരിക്കുവാൻ സാധിക്കും. ഒരു പക്ഷേ ഈ ബൈബിൾ നോളജ് ഉള്ളവരെക്കാൾ ചിലപ്പോൾ പ്രസംഗ പാഠവും ഉള്ളവരുമുണ്ട്. അങ്ങനെ രണ്ടായിട്ട് ഇവരെ തിരിക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് ബ്രദറൻ സഭയിലെ ഏറ്റവും അധികം പണ്ഡിതനായ ഒരു വ്യക്തി, അദ്ദേഹം ഇന്ന് കേരളത്തിലില്ല എങ്കിലും, ഡോക്ടർ അലക്സാണ്ടർ കുര്യൻ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജോൺ കുര്യൻ ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു നല്ല പ്രസംഗകനാണ്. അതുപോലെ അലക്സാണ്ടർ കുര്യൻ പ്രസംഗകനും ബൈബിൾ പഠിതാവുമാണ്. അതുപോലെ ചാണ്ടപ്പുള്ള ഫിലിപ്പ്, PS തമ്പാൻ, ഡോക്ടർ KC ജോൺസൺ, അദ്ദേഹം ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പാളാണ്. അപ്പോൾ അതുപോലെ തോംസൺ B തോമസ് എന്ന് പറയുന്ന വ്യക്തിത്വം, സാമുവൽ B തോമസ്, അങ്ങനെ പഠിപ്പിക്കുന്ന ധാരാളം പേരുണ്ട്. ജോൺ ബി തോമസ് ഒരു പ്രവചന പ്രസംഗകനാണ്. ഓക്കെ, അപ്പോൾ സാറിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഏത് രീതിയിലായിരുന്നു ബ്രദറൻ സഭകളിൽ? എന്നെ സംബന്ധിച്ച് ഞാനൊരു പ്രസംഗകനേക്കാൾ ഒരു പ്രവർത്തകനായിട്ടാണ് അറിയപ്പെടുന്നത്. ഞാൻ വന്ന് ഇറങ്ങിയ സമയം മുതൽ, കാരണം 1 മാസം ജയിലിൽ കിടന്നിട്ടാണ് ഞാൻ മടങ്ങി നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അന്ന് മുതൽ ആ ജയിലിൽ, കാരണം പോകുവാൻ കമ്പനിയിലെ ജോലി അത് വളരെ വ്യക്തമായിട്ട് എൻ്റെ ബ്രദർ ആരംഭിച്ച കമ്പനിയാണ്. അവിടെ നിന്ന് ആരും അങ്ങനെ പറഞ്ഞു വിടാനില്ല. എന്നാൽ ദൈവം ഒരു പ്രത്യേക മാർഗം ഒരുക്കിയാണ് എന്നെ പറഞ്ഞു വിടുന്നത്. അന്ന് മുതൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമായിട്ട് ദൈവത്തിന് എൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു പ്രത്യേക ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കുകയും ഞാൻ ഇവിടെ വന്ന് മറ്റ് സഹോദരന്മാരോട് ചേർന്ന് അനേക സ്ഥലങ്ങളിൽ അവരോട് ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി. സാറിൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യവും ബുദ്ധിമുട്ടൊന്നും അനുഭവിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദാരിദ്ര്യം അനുഭവിച്ചിട്ടില്ല? അങ്ങനെ ദാരിദ്ര്യം അനുഭവിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ഏർലി ഇയേഴ്സിൽ എന്ന് പറഞ്ഞാൽ ഒരു 5 വയസ്സ്, ഒരു 10 വയസ്സിന് മുൻപൊക്കെ വീട്ടിൽ ദൗർലഭ്യം ഉണ്ടായിരുന്നു എന്ന് തീർച്ചയായിട്ടും പറഞ്ഞേ പറ്റൂ. അതൊക്കെ കഴിഞ്ഞാണ് കുറെ കൂടെ ബെറ്ററായിട്ട് കാര്യങ്ങൾ മുൻപോട്ട് പോയത്. കേരളത്തിന്റെ മൊത്തത്തിലുള്ള അവസ്ഥ അതാണല്ലോ. അപ്പൊ എത്ര വർഷമായിട്ട് സഭാപ്രവർത്തനം ചെയ്യുന്നു? സഭാപ്രവർത്തനം പൂർണ്ണസമയം കഴിഞ്ഞ 32 വർഷമായിട്ട് സഭാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഈ 32 വർഷത്തെ അനുഭവം പങ്കുവയ്ക്കുമ്പോൾ ദൈവം അത്ഭുതകരമായി ചില പ്രവർത്തികൾ ചെയ്തു സാറിന്റെ ജീവിതത്തിൽ, അതുപോലെ സാറിന്റെ സഭാശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് അങ്ങനെ എടുത്തു പറയത്തക്ക കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. യഥാർത്ഥത്തിൽ ഒരു കമ്പനിയിലെ ഒരു നല്ല ജോലി, കമ്പനിയിലെ ചീഫ് അക്കൗണ്ടൻ്റായിട്ടാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ ജോലി വിട്ട് പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ മടങ്ങി പോരേണ്ടി വന്നു. കഴിഞ്ഞ 32 വർഷം ആയിട്ട്
ഗൾഫിൽ ഒരാൾ ഒരു നല്ല ജോലിയിൽ നല്ല ശമ്പളത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കുന്നു, സാമാന്യം മെച്ചമായ നിലയിൽ ജീവിച്ചിട്ട് നാട്ടിലേക്ക് മുന്നറിയിപ്പില്ലാതെ മടങ്ങി വരുമ്പോൾ ഉണ്ടാകാവുന്ന പ്രതിസന്ധികൾ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഈ കഴിഞ്ഞ 32 വർഷം ഗൾഫിലുള്ളതിനേക്കാൾ അത്ഭുതകരമായിട്ട് ദൈവം നടത്തുകയും അതോടൊപ്പം അനേക സഭാപ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്തു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരു വണ്ടറാണ്, ഒരു അത്ഭുതകരമായ കാര്യം തന്നെയാണ്. ദൈവത്തിൻ്റെ പരിപാലനം അനുഭവിച്ചു എന്നുള്ളത്. ഏതൊക്കെ സ്ഥലങ്ങളിലാണ് സാറ് സുവിശേഷ വേല ചെയ്തിട്ടുള്ളത്? ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം യഥാർത്ഥത്തിൽ എൻ്റെ യുവപ്രായത്തിലുള്ള സുഹൃത്തുക്കളെല്ലാം ദോഹയിലാണ്. അവരൊന്നിച്ച് ഏതാണ്ട് ഒരു 40ഓളം ചെറുപ്പക്കാർ ഒന്നിച്ച് ആ സഭയിലുണ്ടായിരുന്നു. ദോഹ ബ്രദറൻ അസംബ്ലി എന്നാണ് ആ സഭയുടെ പേര്. അപ്പോൾ 40ഓളം ചെറുപ്പക്കാർ അവിടെയുണ്ട്. അവരുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിച്ചിരുന്നു. പെട്ടെന്ന് മടങ്ങി പോരേണ്ടി വന്നു. അപ്പോൾ ഇവിടെ വന്ന് പെട്ടെന്ന് ഞാൻ സഭാപ്രവർത്തനങ്ങൾ, സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയായിരുന്നു. കാര്യം ഒരു സ്ഥലത്ത് നിന്ന് മാറുമ്പോൾ ഒരു ശൂന്യതയും ഒരു ഗ്യാപ്പും ജീവിതത്തിൽ അനുഭവപ്പെടുവാൻ ഉള്ള സാധ്യതയുണ്ട്. അത് ഫുൾഫിൽ ചെയ്തത് മറ്റൊരു തലത്തിൽ, അല്ലെങ്കിൽ ഈ സുവിശേഷ പ്രവർത്തന തലത്തിൽ ഞാൻ സജീവമായതുകൊണ്ട് അതറിയാതെ മുമ്പോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ ആദ്യമായിട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത് ഹൈറേഞ്ചിലാണ്. ഹൈറേഞ്ചിലെ റാണിമുടി എന്ന് പറയുന്ന സ്ഥലത്ത് സുവിശേഷകൻ ജോയി പാമ്പാടി, മുണ്ടക്കയത്തുള്ള KM ബേബി, അതുപോലെ റാണിമുടിയിൽ തന്നെ പ്രവർത്തിച്ച സുവിശേഷകൻ സഞ്ജീവി തുടങ്ങിയവരുമായിട്ട് ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിച്ച് റാണിമുടിയിലൊരു സഭ രൂപം കൊള്ളുവാനും ഇടയായി. ഹൈറേഞ്ചിൽ പീരുമേട്ടിലുള്ള റാണിമുടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള പ്രവർത്തനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. തുടർന്ന് ഹൈറേഞ്ചിൽ 10 വർഷത്തോളം സജീവമായി നിന്ന് പ്രവർത്തിച്ചു. അപ്പോൾ ഈ 10 വർഷത്തിനുള്ളിൽ അവിടെയുള്ള അനേക സ്ഥലങ്ങളിൽ പോകുവാനും അവിടെയുള്ള സഹോദരന്മാരോട് ചേർന്ന് പ്രവർത്തിക്കുവാനുമുള്ള അവസരം ദൈവം തന്നു. തുടർന്ന് വണ്ടിപ്പെരിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മിനിസ്ട്രി ആരംഭിച്ചു. ആ മിനിസ്ട്രിയിലെ ഒരു സുവിശേഷകൻ മാത്തുക്കുട്ടി എന്ന് പറയുന്ന സഹോദരൻ ആ പ്രവർത്തനത്തിലെ സുവിശേഷകനായിട്ട് അവിടെ നിന്ന് പ്രവർത്തിച്ചു. ഞങ്ങൾ പിന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു. മഴക്കർ സഭ സ്പോൺസർ ചെയ്ത ഒരു സഹോദരനായിരുന്നു. അവിടെ പുതിയൊരു സഭയുണ്ടായി. പിന്നീട് പീരുമേട്ടിൽ ഷാജഹാൻ വി ഹസൻ പ്രവർത്തിച്ചു. അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാനിടയായി. അതുപോലെ ഹൈറേഞ്ചിലെ മറ്റനേക സ്ഥലങ്ങളിൽ സഹോദരന്മാരോട് ചേർന്ന് നിന്ന് അവരെ പ്രധാനമായും ആത്മീയമായി സപ്പോർട്ട് ചെയ്ത് ഒരു ചെറിയ അളവിൽ സാമ്പത്തികമായും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്ന് പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി. അങ്ങനെ ഞാൻ ഹൈറേഞ്ചിൽ ചെല്ലുമ്പോൾ അവിടെ 22 സഭകളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നവിടെ 65ലധികം സഭകൾ ഇന്നവിടെയുണ്ട്. അവിടെയുള്ള എല്ലായിടത്തും സുവിശേഷന്മാരുണ്ട്. ശക്തമായൊരു പ്രവർത്തനം അവിടെ നടക്കുന്നു. തുടർന്ന് ഞാൻ പോകുന്നത് തെക്കൻ തമിഴ്നാട്ടിൽ പുളിയങ്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയും ചിന്നരാജ്, അദ്ദേഹത്തിൻ്റെ മക്കളും അവരൊക്കെ പ്രായമായി, അവരൊക്കെ സുവിശേഷന്മാരായി. അവരോട് ചേർന്ന് നിന്ന് ആ പ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്ത് നിന്ന് മുമ്പോട്ട് പോകുവാനിടയായി. അവിടെ ഒരു ചെറിയ ചിൽഡ്രൻസ് ഹോം പ്രവർത്തിക്കുന്നുണ്ട്. 10 ആൺകുട്ടികളെ എടുത്ത് വളർത്തുകയും അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നോക്കുകയും അവർ കോളേജിൽ ചെല്ലുന്നത് വരെ അവരെ സപ്പോർട്ട് ചെയ്ത് പഠിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞു. അവിടുത്തെ പ്രവർത്തനം അവിടെ നല്ല ഒരു 100 പേര് ഉള്ള ഒരു സഭ പുളിയങ്കുടിയിൽ സ്ഥാപിതമായി. അതിന് തൊട്ടടുത്ത് ഇന്ദിരാ കോളനി എന്ന് പറയുന്ന സ്ഥലത്ത് മറ്റൊരു സഭയുണ്ടായി. ആ ചുറ്റുപാടും പല സഭകളെയും ശക്തീകരിക്കുവാനായിട്ട് അവിടെയുള്ള പ്രവർത്തകർക്ക് കഴിഞ്ഞു. അവരുടെ പിൻപിൽ ഞാനും ഉണ്ടായിരുന്നുവെന്ന് എടുത്തു പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പിന്നീട് സത്യത്തിൽ സുവിശേഷ വേലയും അതുപോലെ അതോടൊപ്പം ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും അനേക സ്ഥലങ്ങളിൽ ദൈവവചനം പ്രഘോഷിക്കുവാനും പഠിപ്പിക്കുവാനും ബൈബിൾ ക്ലാസ്സുകൾ എടുക്കുവാനും ഒക്കെയുള്ള അവസരം ലഭിച്ചു. അത് ഇന്ത്യയിലെ അനേക സ്ഥലങ്ങളിൽ പോയി, കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും നോർത്തേൺ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലുമൊക്കെ പോകുവാനായിട്ട് ദൈവം സഹായിച്ചു. അങ്ങനെയൊരു തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ
കൂടുതലും പ്രവർത്തിക്കുന്നത്. അപ്പോൾ തന്നെ മറ്റനേക സ്ഥലങ്ങളിൽ പോയി അവരെ ആത്മീയമായി പരിപോഷിപ്പിക്കുവാനായിട്ട്, ദൈവവചനത്തിൽ അഭ്യസിപ്പിക്കുവാനായിട്ട് ദൈവം എടുത്ത് ഉപയോഗിക്കുന്നുവെന്ന് സന്തോഷത്തോടു കൂടി ഞാൻ പറയുന്നു. ഓക്കെ സാർ, ഈ ബ്രദറൻ സഭകൾ പൊതുവെ ഇന്ത്യയിൽ വളർച്ച മുരടിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായം ചില ആളുകൾ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ശരിക്കും കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ ബ്രദറൻ സഭകളുടെ ഒരു വളർച്ച എങ്ങനെയാണ് അതിനെ സാർ വിലയിരുത്തുന്നത്? ഞാൻ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്. ബ്രദറൻ സഭ വളരുന്നില്ല എന്ന് പറയുവാൻ സാധിക്കുകയില്ല. എന്നാൽ അതിനുശേഷം വന്നിട്ടുള്ള പല സഭകളുടെയും വളർച്ചയുടെ തോത് നോക്കുമ്പോൾ അതനുസരിച്ച് അവരോടൊപ്പം നിൽക്കുന്നില്ല എന്ന് മാത്രമേ പറയുവാൻ സാധിക്കത്തുള്ളൂ. അതിൻ്റെ കാരണം ഇപ്പോൾ നമ്മൾ പുറമോട്ട് നോക്കിയാൽ അതിനു മുമ്പൊക്കെ ആരംഭിച്ച മറ്റ് വ്യവസ്ഥാപിത സഭകളുണ്ടല്ലോ, ആ സഭകൾക്കും വലിയ വളർച്ചയുള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്നാൽ ബ്രദറൻ സഭയെ സംബന്ധിച്ചതിൻ്റെ ആരംഭം മുതൽ ദൈവവചനം കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുന്നവർ മാത്രമേ ഇതിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ ഇതിന് ദൈവവചനത്തിലൊരു ക്ലിക്കുണ്ട്. അങ്ങനെയുള്ളവർ അതിൽ നിന്ന് പോകത്തുമില്ല. എന്നാൽ മറ്റേതെങ്കിലും അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അല്ലെങ്കിൽ രോഗസൗഖ്യം, അല്ലെങ്കിൽ ധനപരമായ സ്വാധീനം, ഇതൊന്നും കൊണ്ട് ആളുകളെ ആകർഷിച്ച് മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് ബ്രദറൻകാർ ശ്രമിക്കുന്നില്ല. ബ്രദറൻകാർ അവരുടെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുക, അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കുന്നവർ മുൻപോട്ട് വരുന്ന അങ്ങനെയുള്ളവരാണ് ബ്രദറൻ സഭയിലുള്ളവർ. എന്നാൽ മറ്റനേക മാധ്യമങ്ങളാണ് മറ്റ് സഭകളുടെ വളർച്ചയ്ക്ക് കാരണമായിട്ട് നിൽക്കുന്നത്. ആ മാധ്യമങ്ങളെ ബ്രദറൻകാർ സ്വീകരിക്കുന്നില്ല. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ സാറേ, ഈ പെന്തക്കോസ്റ്റൽ സഭകളും ബ്രദറൻ സഭകളും തമ്മിലൊരു വ്യത്യാസം എന്താണ് സാറ് കാണുന്നത്? കാരണം പെന്തക്കോസ്റ്റൽ സഭക്കാർ ഒരിക്കലും ബ്രദറൻകാരെ അംഗീകരിക്കുന്നില്ല. ബ്രദറൻകാർ പെന്തക്കോസുകാരെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പെന്തക്കോസുകാരനായതുകൊണ്ട് എനിക്ക് അതറിയാം. പെന്തക്കോസ് സഭക്കാർ ബ്രദറൻകാരെ അത്രയും അംഗീകരിക്കുന്നില്ല. ശരിക്കും പെന്തക്കോസ്റ്റൽ സഭകളിൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങളില്ല. അപ്പോൾ ബ്രദറൻ സഭകളിൽ അത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്ഥാപനങ്ങളുണ്ട്, ആശുപത്രികളുണ്ട്, സ്കൂളുകളുണ്ട്. എന്നാൽ പെന്തക്കോസ്റ്റൽ സഭകളിൽ വ്യക്തികൾക്കുണ്ടെങ്കിലും സംഘടനകൾക്കോ സഭകൾക്കോ ഇല്ല. അപ്പോൾ എന്താണ് പെന്തക്കോസ്റ്റൽ സഭകളും ബ്രദറൻ സഭകളും തമ്മിലൊരു വ്യത്യാസം സാറ് മനസ്സിലാക്കിയിട്ടുള്ളത്? യഥാർത്ഥത്തിൽ ഉപദേശപരമായും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനപരമായി, ആദ്യം ഉപദേശപരമായിട്ട് പറയാം. ഉപദേശപരമായിട്ട് പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, സാധാരണ പെന്തക്കോസ്തുകാർ പറയും ബ്രദറുകാർക്ക് ആത്മാവില്ല എന്നുള്ള ഒരു വലിയ നിഷേധ സ്വരം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് ഈ ബ്രദർക്കാരും പെന്തക്കോസ്തുകാരുമായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. കാരണം ഉള്ള ഒരു കാര്യത്തെ ഇല്ല എന്നവർ പറഞ്ഞ് അങ്ങ് പരത്തുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ദൈവ പൈതലിന് ഒരു ദൈവപൈതൽ രക്ഷിക്കപ്പെടുന്ന അതേ നിമിഷത്തിൽ അവന് ലഭിക്കുന്ന ആദ്യത്തെ ദാനമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ആത്മാവെന്ന ആദ്യ ദാനം ലഭിക്കുന്ന നാമം എന്നാണ് റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യ ദാനം ആയിട്ട് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ സെക്കൻഡ് എക്സ്പീരിയൻസ് എന്നുള്ള നിലയിൽ പരിശുദ്ധാത്മാവിനെ അന്യഭാഷ അടയാളത്തോടുകൂടെ പ്രാപിച്ചില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ഉപദേശത്തെ ബ്രദറുകാർ ശക്തമായിട്ട് എതിർക്കുന്നു. കാരണം ബ്രദറുകാർക്ക് പരിശുദ്ധാത്മാവ് അവർ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ലഭിക്കുകയും തുടർന്ന് പരിശുദ്ധാത്മാവിൽ നിറയുവാൻ, ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് എന്നുള്ള കൽപ്പന ആണ് ഇപ്പോൾ അവശേഷിക്കുന്ന. ആ പരിശുദ്ധാത്മാവിൽ ആത്മാവിൽ നിറഞ്ഞവരായ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ട് ഉള്ള ഒരു ജീവിതം നയിക്കാനുള്ള കൽപ്പനയുണ്ട്. അത് ബ്രദറുകാർക്കുണ്ട്. എന്നാൽ ഇന്ന് അതല്ലാതെ കാണുന്ന കാര്യങ്ങൾ ബ്രദറുകാർക്കില്ല. ഇതാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസം. മറ്റു വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? മറ്റു വ്യത്യാസങ്ങൾ, പെന്തക്കോസ്റ്റൽ സഭകൾക്ക് ഒരു വൺ മാൻ മിനിസ്ട്രി അല്ലെങ്കിൽ ഒരു പാസ്റ്ററുണ്ട് ഒരു സഭയ്ക്ക്. എന്നാൽ ബ്രദറുകാർക്ക് ഒരു പാസ്റ്ററല്ല, പല ഇടയന്മാരുണ്ട്, അല്ലെങ്കിൽ ബഹുത്വം, പ്ലൂറാലിറ്റി ഓഫ് എൽഡേഴ്സ്. അതാണ് ബ്രദറുകാർ വിശ്വസിക്കുന്നത്. അതാണ് ബൈബിളും വ്യക്തമായിട്ട് പറയുന്നത്. ഏത് സഭയെ എടുത്താലും അതിൽ ഒന്നിൽ കൂടുതൽ പാസ്റ്റർമാരുണ്ട്, ഇടയന്മാർ ഉണ്ട്.
എന്നാൽ പെന്തക്കോസ്ത് സഭയ്ക്ക് ഒരുപക്ഷെ അവരുടെ ഭരണ സൗകര്യത്തിന് വേണ്ടിയായിരിക്കാം വചനം അങ്ങനെ പറയുന്നില്ലെങ്കിൽ പോലും അവരൊരു സഭയെ നയിക്കുവാൻ ഒരു പാസ്റ്ററെ അവർ ആക്കുന്നു. അത് ഒരു വ്യത്യാസമാണ്. ബ്രദറൻ പെന്തക്കോസ്റ്റൽ വ്യത്യസ്തതയെക്കുറിച്ച് ഞാൻ ഈ വ്യത്യസ്തതയെക്കുറിച്ച് പറയുമ്പോൾ ഈ ദൈവമക്കൾ എന്നുള്ള ഒരു പൊതു പരിഗണന തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടായിരിക്കണം. ഇന്ന് അനേക സഭകൾ ഉണ്ടായിരിക്കുന്നത് അവർക്ക് ലഭിച്ച വെളിച്ചത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ജീവന്റെ അടിസ്ഥാനത്തിൽ ദൈവമക്കൾ ഒന്നാണ് എന്നുള്ള വസ്തുത കൂടെ നാം മനസ്സിലാക്കണം. എന്നാൽ അവർക്ക് ദൈവവചനത്തിലൂടെ ലഭിച്ച വെളിച്ചത്തിൻ്റെ വ്യത്യസ്തത അല്ലെങ്കിൽ വ്യാഖ്യാനത്തിൻ്റെ വ്യത്യസ്തത അനുസരിച്ചാണ് ഈ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ലക്ഷക്കണക്കിന് സഭകളുണ്ടല്ലോ. അതിൽ ചില സ്വാർത്ഥ സ്ഥാപിത താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലുണ്ട്, മറ്റ് ഉപദേശപരമായ വ്യത്യാസവും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ബ്രദറൻ പെന്തക്കോസ്ത് സഭകളുടെ വ്യത്യസ്തതയിൽ മറ്റൊരു കാര്യം അത്ഭുത രോഗശാന്തി. അതിൽ ബ്രദറൻകാർ വിശ്വസിക്കുന്നില്ല, രോഗശാന്തിയിൽ വിശ്വസിക്കുന്നുണ്ട്. ദൈവം ഇന്നും രോഗം സൗഖ്യമാക്കും. അത്ഭുത രോഗശാന്തി എന്ന് പറയുന്നത് അത് ഇൻസ്റ്റന്റേനിയസ് ആണ്, ഉടനെ തന്നെ സൗഖ്യമാകും. ഏതു രോഗവും സൗഖ്യമാകും. തലവേദനയും വയറ്റുവേദനയും തന്നെയല്ല, ഏതു രോഗവും സൗഖ്യമാകും. മരിച്ചവർ ഉയർക്കുകയും ചെയ്യുന്നു. അത് അത്ഭുത രോഗശാന്തിയാണ്. അത് ദൈവം 1-ാം നൂറ്റാണ്ടിൽ അനുവദിച്ചത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും ദൈവത്തിൻ്റെ വചനത്തെ ഉറപ്പിച്ചു പോകുന്നു. ന്യായപ്രമാണത്തിൽ നിന്ന് വ്യത്യസ്തമായി കൃപയുടെ പ്രമാണം പുതിയ ഒരു ആശയത്തെ ഈ ലോകത്തിൽ പ്രസംഗിച്ചപ്പോൾ അതിന് ഈ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും അകമ്പടിയോടുകൂടിയാണ് അത് വന്നത്. കാരണം യഹൂദന്മാരെ ഇതിൻ്റെ പ്രാഥമിക അനുവാചകർ എന്ന് പറയുന്നത് യഹൂദന്മാരാണല്ലോ. അപ്പോൾ തന്നെ കുറേ കഴിഞ്ഞ് ജാതികൾ ഗ്രേക്കരെ സംബന്ധിച്ച് നോളജ് ആയിരുന്നു അവർക്ക് വലിയ കാര്യം. എന്നാൽ യഹൂദനെ സംബന്ധിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ പാരമ്പര്യം അതായിരുന്നു. അവർ അത്ഭുതത്താലാണ് ഇസ്രായേലിൽ നിന്ന് വിടുവിക്കപ്പെട്ട് കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് അവരുടെ പാരമ്പര്യത്തിൽ അവർ അത്ഭുതം. അതുകൊണ്ടാണ് കർത്താവിൻ്റെ അടുക്കൽ വന്ന് അവർ അവസാനമായിട്ട് ചോദിക്കുകയാണ്, ഇനിയും ഒരു അടയാളം കൂടെ പറയാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇനിയും ഒരടയാളവും ഇല്ല. യോന കടലാനിയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ ഭൂമിക്കടിയിൽ ഇരിക്കേണ്ടതാകുന്നു. അതിനേക്കാൾ വലിയൊരു അടയാളം ഇന്നില്ല. അപ്പം ബ്രദറൻകാർ രോഗശാന്തിയിൽ വിശ്വസിക്കുന്നു. ദൈവം ഏത് രോഗവും ദൈവത്തിൻ്റെ ഹിതപ്രകാരം സൗഖ്യമാക്കും. എന്നാൽ അത്ഭുത രോഗശാന്തി അത് ഇൻസ്റ്റന്റേനിയസ് ആയിരിക്കണം. 40 ദിവസം അതിനുവേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഏത് രോഗവും സൗഖ്യമാകും, ഉടനെ തന്നെ സൗഖ്യമാകും. പിന്നെ മറ്റൊരു കാര്യം, പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുള്ള ഇന്ന് അന്യഭാഷാ ഭാഷണത്തോടു കൂടിയ ആത്മപ്രാപണം. അപ്പോൾ അതായത് ഈ പരിശുദ്ധാത്മ സ്നാനവും അതോടൊപ്പം പരിശുദ്ധാത്മാവ് നിറവിലുള്ള അന്യഭാഷകളും ഇത് രണ്ടും തമ്മിലുള്ളൊരു എന്താണ് എന്നൊന്ന് സാറിന് പറയാമോ? കാരണം എന്താണെന്ന് ചോദിച്ചാൽ പെന്തക്കോസ്ത് പഠിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അതിന്റെ പ്രകടമായ ഒരു അടയാളമാണ് അന്യഭാഷ എന്നാണ്. ശരിക്കും അതാണോ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ഇതും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം അല്ലെ വ്യത്യസ്തത എന്താണ്? ആത്മസ്നാനം പെന്തക്കോസ്തര് ആത്മസ്നാനത്തെ ഒരു സെക്കൻഡ് എക്സ്പീരിയൻസ് ആയിട്ടാണ് കാണുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ആത്മസ്നാനത്തെ സംബന്ധിച്ച് 7 റെഫറൻസേ നമുക്ക് തിരുവെഴുത്തിൽ കാണുവാനായിട്ടുള്ളൂ. അതിലെ അവസാനത്തെ റെഫറൻസ് അല്ലെങ്കിൽ അതിൻ്റെ തിയറി എന്ന് പറയുന്നത്, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, യഹൂദന്മാരോ യവനന്മാരോ ദാസരോ സ്വതന്ത്രനോ നാം എല്ലാവരും ഒരേ ആത്മാവിൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ സഭയുടെ രൂപീകരണമാണ് അവിടെ നടക്കുന്നത്. ആത്മസ്നാനം എന്ന് പറയുന്നത് ആത്മാവിനാൽ സ്നാനപ്പെട്ട് ഒരു പുതിയ നിയമസഭ അവിടെ രൂപീകരിക്കപ്പെടുകയാണ്. അത് ഒരിക്കലായിട്ട് സംഭവിച്ച കാര്യമാണ്. ആത്മസ്നാനം റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതൊരു ചരിത്ര സംഭവമാണ്, പെന്തക്കോസ്ത് നാളിൽ നടന്ന സംഭവം. പിന്നീട് കഴിഞ്ഞ 21 നൂറ്റാണ്ടുകളായിട്ട് രക്ഷിക്കപ്പെടുന്ന സകല ദൈവമക്കളും ഒരിക്കൽ ചരിത്രപരമായി നടന്ന സംഭവത്തിലേക്ക് അതിൻ്റെ ഭാഗഭാക്കുകളാകുകയാണ്, അല്ലെങ്കിൽ ആ സഭയിലെ അംഗങ്ങളായിട്ട് മാറുകയാണ്. അല്ല ഓരോരുത്തരും സ്നാനപ്പെടുമ്പോൾ അവൻ ആത്മസ്നാനം പ്രാപിക്കുന്നതായിട്ടല്ല പറയുന്നത്. ആത്മസ്നാനം എന്ന് പറയുന്നത് യഹൂദനോ യവനനോ ദാസനോ സ്വതന്ത്രനോ വ്യത്യാസമില്ലാതെ
എല്ലാവരും സഭയുടെ അംഗങ്ങളായി തീരുന്നു എന്നുള്ള അതിനാണ് ആത്മസ്നാനം എന്ന് പറയുന്നത്. ഈ ആത്മാവിനെ സംബന്ധിച്ച് ഒന്നാമത് അഭിഷേകം, അച്ചാരം, മുദ്ര, ആത്മസ്നാനം, ഇങ്ങനെയുള്ള ചില പദങ്ങൾ. അവസാനമായിട്ട് ആത്മാവിൽ നിറയുക. അപ്പോൾ അഭിഷേകം എന്ന് പറയുന്നത് ഒരാളെ, ഒരു വ്യക്തിയെ ദൈവവൈതലായിട്ട് അല്ലെങ്കിൽ ഒരു രാജാവായിട്ട് ഒരു പുരോഹിതനായിട്ട് ടു സെറ്റ് അപ്പാർട്ട് എ പേഴ്സൺ, ഒരു വ്യക്തിയെ വേർതിരിച്ച് നിർത്തുന്നതിനെ അഭിഷേകം എന്ന് പറയുന്നത്. അച്ചാരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വീണ്ടെടുപ്പ് നാളിൽ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുവാനായിട്ടുള്ള ഒരു അച്ചാരമായിട്ട്, അഡ്വാൻസ് ആയിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതിനാണ് അച്ചാരം എന്ന് പറയുന്നത്. മുദ്ര എന്ന് പറയുന്നത് ഇത് മറ്റുള്ളവർക്ക് ആർക്കും നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കാതിരിക്കുവാൻ സാധിക്കയില്ല, പിശാചിനും എതിരായിട്ട് ദൈവത്തിൻ്റെ വകയാണെന്നുള്ള ഒരു മുദ്ര പരിശുദ്ധാത്മാ മുഖാന്തരം നമുക്ക് തന്നിരിക്കുകയാണ്. എന്നാൽ ഇന്ന് റിപ്പീറ്റ് ചെയ്യുന്ന ഏക കാര്യം ആത്മാവിൽ നിറയുക എന്നുള്ളതാണ്. അതൊരു വിശ്വാസിയെ സംബന്ധിച്ച് ആവശ്യമാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ, എന്നാൽ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടുള്ള ഒരു സാധാരണ ക്രിസ്തീയ ജീവിതം. ആത്മനിറവിലുള്ള ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ സമ്പൂർണമായി ദൈവത്തിന്റെ ഹിതത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുക. അതൊരു വിശ്വാസിയെ സംബന്ധിച്ച് നോർമൽ ക്രിസ്ത്യൻ ലൈഫ്. അതാണ് ഇന്ന് ഫോളോ ചെയ്യുന്നത്. എന്നാൽ 1-ാം നൂറ്റാണ്ടിൽ അന്യഭാഷയിൽ സംസാരിച്ചു. അതുകൊണ്ട് ഇന്നും അന്യഭാഷയിൽ സംസാരിക്കണമെന്ന് അങ്ങനെ പറഞ്ഞിട്ട് അന്യഭാഷ ഇതിന്റെ ഫൈനൽ തിങ് എന്ന് പറയുന്നത് ആ ഭാഷാപരം നിന്നുപോയി എന്ന് കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ഭാഷാപരം നിന്നുപോയി. 3 വരങ്ങൾ ആണ് നിന്നത്. അന്ന് ജ്ഞാനം, ഭാഷ, പ്രവചനം. ഈ 3 വരങ്ങൾ നിന്നുപോയി. അതിന് കാരണം ഈ 3 വരങ്ങളാണ് ദൈവവചനം ലഭിക്കുവാൻ വേണ്ടി ദൈവം ഉപയോഗിച്ച വരങ്ങൾ. 3 വരങ്ങൾ. അത് ഭാഷ, അത് ദൈവത്തിൻ്റെ ആലോചനകൾ അപ്പോഴപ്പോൾ അവളുടെയായി ദൈവം കൊടുക്കുന്ന ആലോചനകൾ രേഖപ്പെടുത്തി വെക്കുവാനായിട്ട് ഭാഷ ആവശ്യമാണ്. 2, പ്രവചനം. പ്രവാചകന്മാർ പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും ദൈവത്തിൻ്റെ ആലോചനകൾ സ്വീകരിച്ച് ജനത്തോട് പറയുന്നു, പ്രവചനം. അപ്പം ആ പ്രവചനം അതാണ് ഇന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഇന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പ്രവചനം വെളിപ്പാട് പുസ്തകം കഴിഞ്ഞ് എഴുതി വെക്കാനായിട്ട് പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ പ്രവചനമാണ് നിന്നുപോയത്. വചനം ലോകത്തിന് നൽകുവാൻ വേണ്ടി ദൈവം കൊടുത്ത പ്രത്യേകമായ വരം, അത് അപ്പോഴപ്പോൾ ദൈവം ആ ആലോചന നൽകി അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇനി ജ്ഞാനം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ സോഷ്യൽ സ്റ്റഡീസോ സയൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഈ അക്ഷര അഭ്യാസമില്ലാതിരുന്ന അപ്പോസ്തലന്മാർക്ക്, അവരിൽ വിദ്യാഭ്യാസം ഉള്ളവരുണ്ട്, ഇല്ലാത്തവരും, ഇവരെ കൊണ്ട് ദൈവം അത്ഭുതകരമായ കാര്യങ്ങൾ എഴുതി വെക്കുവാൻ, അത് സ്വാംശീകരിച്ചിട്ട് രേഖപ്പെടുത്തി വെക്കുവാൻ ദൈവം അവരെ ഉപയോഗിച്ച അതിനുവേണ്ടി കൊടുത്ത സ്പെഷ്യൽ നോളജാണ്, പ്രത്യേക ജ്ഞാനമാണ്. അതിന്ന് ആവശ്യമില്ല. കാരണം വചനം പൂർണ്ണമായെങ്കിൽ, വചനം പൂർണ്ണമാണോ? വചനം പൂർണ്ണമാണെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യം ഇല്ല. വചനത്തിനുമേൽ ഇന്ന് നമ്മൾ ലഭിക്കുന്നത് ഇല്യൂമിനേഷനാണ്, പ്രകാശനമാണ്. അത് പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന പ്രകാശനം. അപ്പോൾ തന്നെ വചനം നന്നായിട്ട് പഠിക്കുകയും വേണം. അപ്പോൾ രോഗശാന്തി വരത്തിൽ വിശ്വസിക്കുന്നില്ല ബ്രദറൻ സഭക്കാർ. വരത്താലുള്ള രോഗശാന്തി വിശ്വസിക്കുന്നില്ല. അതായത് ഒരു വരങ്ങളും ഇല്ല. പ്രവചന വരം, അന്യഭാഷ വരം, രോഗശാന്തി വരം, പരിപാലന വരം ഉണ്ട്. അത് നിന്നു പോകുന്നു പറഞ്ഞിട്ടില്ലല്ലോ. പരിപാലന വരം നിന്നു പോകുന്നു പറഞ്ഞിട്ട് 3 വരമേ നിന്നു പോകും. എന്തിനാ പ്രത്യേക ഈ അനേക വരങ്ങളുണ്ട്, അതിൽ ഈ 3 വരം മാത്രം എന്തുകൊണ്ടാണ് നിന്നു പോകുമെന്ന് പറഞ്ഞത്? അല്ല, പ്രവചനപരമോ നിന്നു പോകും, ഭാഷാപരമോ നീങ്ങിപ്പോകും, ജ്ഞാനമോ അത് നിന്നുപോകും. ഓക്കെ. അപ്പോ ഈ 3 വരം എന്താ അങ്ങനെ നിന്നു പോകുമെന്ന് പറയാൻ കാര്യം? അല്ല, അതിന്റെ ആവശ്യകത എന്താ? അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം? അതിന്റെ ഞാൻ പറഞ്ഞത് വചനം ലോകത്തിന് നൽകുവാൻ വേണ്ടി ദൈവം കൊടുത്തതാണ് ഈ 3 വരം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ പെന്തക്കോസ്റ്റൽ സഭകൾ വചനവിരുദ്ധത, ഉപദേശ പെശക് പഠിപ്പിക്കുന്നു എന്ന് പറയേണ്ടതായിട്ട് വരില്ലേ? ഉപദേശ പെശകാര്യം അവരത് ശരിയായിട്ട് മനസ്സിലാക്കുന്നില്ല. ഒരുപക്ഷെ മനസ്സിലാക്കിയവരും കാണും. എന്നാൽ ഒരു സഭാവിഭാഗം എന്നുള്ള നിലയിൽ അടിസ്ഥാനപരമായി പഠിപ്പിച്ചൊരു കാര്യം പിന്നീട് അത് ശരിയല്ലെന്ന് പറഞ്ഞാൽ പോലും, അല്ലെ പിന്നെ അങ്ങനെ ഒരു പ്രത്യേക സഭയ്ക്ക് പ്രസക്തിയില്ലല്ലോ.
അല്ല, നമ്മൾ വചനം തെറ്റായി പഠിപ്പിച്ചാൽ ദൈവം നമുക്ക് വെച്ചിട്ടുള്ള ഒരു സ്വർഗരാജ്യത്തിൽ ഒരു പ്രവേശനം നമുക്കില്ലല്ലോ. വചനം തെറ്റായിട്ട് അവർക്ക് ലഭിച്ച വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരത് പറയുന്നത്. ചിലപ്പോൾ സിൻസിയർലി മിസ്റ്റേക്കൺ എന്ന ഒരു പ്രയോഗം. അല്ല, അങ്ങനെയാണെങ്കിൽ കത്തോലിക്ക സഭയ്ക്കോ ഓർത്തഡോക്സ് സഭയ്ക്കോ ഒക്കെ ലഭിച്ച പ്രകാശത്തിലല്ലേ അവര് നടക്കുന്നത്? അത് ഈ വചനത്തെ സംബന്ധിച്ച് അതിന്റെ പൂർണ്ണമായ കാര്യങ്ങൾ നമുക്ക് അല്ല, അങ്ങനെ പറഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അപ്പൊ സാറിപ്പോ പറയാണ് അവർക്ക് ലഭിച്ച പ്രകാശത്തിൽ അവർ നടക്കുന്നു എന്ന് പറയുമ്പോൾ കത്തോലിക്ക സഭ, യാക്കോബ സഭ, ഓർത്തഡോക്സ് സഭയൊക്കെ അവർക്ക് ലഭിച്ച പ്രകാശത്തിലാണ് നടക്കുന്നത്. അല്ല, അവർക്ക് ഇതിന്റെ മറുവശം നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ സാറേ, മനസ്സിലാക്കുന്നു. യഥാർത്ഥത്തിൽ ഈ സ്വർഗവും നരകവും ഉണ്ടോ? സ്വർഗവും നരകവും ഉണ്ട്. അല്ല, എന്താണ് ഒരു തെളിവ്? അതിനുള്ള തെളിവ് ദൈവത്തിന്റെ വചനം അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. പൗലോസ് പറയുന്നത്, ഞാൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, പറുദീസയോളം എടുക്കപ്പെട്ടു എന്ന് ആദ്യം പറയുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, ഓക്കെ, നമ്മളെ സ്വർഗത്തിൽ നരകവുമുണ്ട്. കാരണം ധനവാൻ നരകത്തിലാണ്, യാതനാ സ്ഥലത്ത് കിടക്കുന്നത്. അല്ല, അത് നമുക്ക് വലിയ പറയാം. ഈ സ്വർഗത്തിൽ കൊണ്ടുപോകാം എന്ന് കർത്താവ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു വ്യക്തി, അല്ല, വേദോസത്തിൽ അങ്ങനെ ഒരു വാക്യമില്ല, ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്നൊരു വാക്യമില്ല. സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ കണ്ടില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ ഒക്കത്തില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാനാണ് പോകുന്നത്. അത് ഞാൻ പറയാം. അതായത് ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് കർത്താവും പറഞ്ഞിട്ടില്ല, അപ്പോസ്തലന്മാരും പറഞ്ഞിട്ടില്ല. പക്ഷെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് പോയെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടില്ല. കർത്താവ് ഇരിക്കുന്നിടത്തോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അല്ല, അത് സ്വർഗമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. കർത്താവ് ഇരിക്കുന്ന സ്വർഗമാണ്. അല്ല, അങ്ങനെ ഒരു വാക്യം വേദപുസ്തകത്തിലില്ല. അവൻ പിതാവിന്റെ വലത്തുഭാഗത്ത് അവൻ ഇരിക്കുന്നു. അല്ല, ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമ്മൾ വേദപുസ്തകം ഉടനീളം പരിശോധിക്കുമ്പോൾ നിങ്ങളെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകാവുന്നൊരു ഭാഗം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഈ സ്വർഗവും നരകവും ഉണ്ടോ എന്ന് ചോദിച്ചത്. സ്വർഗവും ദൈവം ഇരിക്കുന്ന സ്ഥലം സ്വർഗമാണ്. സ്വർഗാദി സ്വർഗമുണ്ട്. അല്ല, അത് നമ്മൾ അങ്ങനെ പറയുന്നതല്ലേ ഉള്ളൂ, അല്ലാതെ വ്യക്തമായ തെളിവില്ലല്ലോ. ഉണ്ട്, തെളിവുണ്ട്. പറഞ്ഞില്ലേ, ഞാൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. സ്വർഗമില്ലേ? അതിന് ഞാൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, അത് ആത്മാവിൽ എടുക്കപ്പെട്ടു എന്നാ പറഞ്ഞത്. അല്ല, ആത്മാവിലാണെങ്കിലും പൗലോസ് പറയുന്നത്, ഞാൻ ആത്മാവിലാണോ പോയത് അഥവാ സ്വപ്നമാണോ എന്ന് ഞാൻ അറിയുന്നില്ല എന്നാ പറയുന്നത്. അത് ജഡത്തോടു കൂടിയാണോ എന്നും അറിയുന്നില്ല. പൗലോസ് പറഞ്ഞു, ഞാൻ എടുക്കപ്പെട്ടു, എങ്ങനെയാണെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണ്. സ്വർഗമുണ്ട്, നരകമുണ്ട്. അത് ബൈബിളിൽ എന്റെ പിതാവിന്റെ സന്നിധിയിൽ അനേക വാസസ്ഥലം ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ അനേക വാസസ്ഥലങ്ങൾ ആർക്ക് വേണ്ടിയിട്ടായിരിക്കും? ഇപ്പൊ അവിടെ പോകുന്ന സ്വർഗത്തിൽ ഒരാൾക്ക് മാത്രമല്ലല്ലോ, കോടാനുകോടിയാണ്. അതെ, അത് ഏത് കാറ്റഗറിയിലായിരിക്കും ഈ പല സ്ഥലങ്ങളിൽ ആളുകളെ വിടുന്നത്? കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സകല ദൈവമക്കളും. അല്ല, ഞാൻ പറഞ്ഞത് പത്രോസ് പ്രവർത്തിച്ച പോലെയും പൗലോസ് പ്രവർത്തിച്ച പോലെയും ഞാനോ സാറോ പ്രവർത്തിച്ചിട്ടില്ല. ഇല്ല. അപ്പം അവർക്ക് ലഭിക്കുന്ന പ്രതിഫലവും നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം രണ്ടായിരിക്കില്ലേ? അവർക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന പ്രതിഫലത്തിൽ വ്യത്യസ്തതയുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ എത്ര സ്വർഗങ്ങൾ കാണും എന്ന് അങ്ങനെയാണ് നമ്മൾ പറയും. നമ്മുടെ എം എ വറീസ് വാസ് പറഞ്ഞല്ലോ, 1,00,000-ത്തിലധികം സ്വർഗങ്ങളുണ്ടെന്ന പുള്ളിക്കാരന്റെ അഭിപ്രായം. അങ്ങനെ വല്ല പഠിപ്പിക്കലും ബ്രദർ സഭയ്ക്കുണ്ടോ? അങ്ങനെ ഒന്നും പഠിപ്പിക്കാനൊക്കത്തില്ല. 1,00,000 സ്വർഗമുണ്ട്. സ്വർഗം ഒന്നേ ഉള്ളൂ, ദൈവം ഇരിക്കുന്ന സ്ഥലം. അല്ല, അങ്ങനെ സ്വർഗം ഒന്നേ ഉള്ളെങ്കിൽ ഒന്നെന്ന് ഞാൻ പറയും, മൂന്നാം. അല്ല, ഓക്കെ, ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ പൗലോസിന് ലഭിക്കുന്ന പ്രതിഫലവും നമുക്ക് ലഭിക്കുന്ന പ്രതിഫലവും സാറിന് ലഭിക്കുന്ന എനിക്ക് ലഭിക്കുന്ന പ്രതിഫലവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? അല്ല, പ്രതിഫലത്തിന് വ്യത്യാസമുണ്ട്. എന്നാൽ ദൈവം ഈ മനുഷ്യന്റെ ഒരു വിവക്ഷയാണ് സ്വർഗം എന്ന് പറയുന്നത്. മനുഷ്യൻ പ്രാപിക്കാൻ ഒരു ഉട്ടോപ്യൻ തിയറി എന്നൊക്കെ പറയുമല്ലോ. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പ്രാപിക്കുന്ന സൗഭാഗ്യ സമ്പൂർണ്ണമായ അവസ്ഥയ്ക്ക് സ്വർഗമെന്ന് മനുഷ്യൻ ഒരു വിവക്ഷ കൊടുക്കുന്നുണ്ട്. എന്നാൽ ബൈബിൾ വെളിപ്പെടുത്തുന്ന സ്വർഗം അത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ കർത്താവിനോടുകൂടെ ആയിരിക്കുന്ന ആ സ്ഥലം എന്നുള്ള ആ ഒരു പ്രത്യേക സ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു അവസ്ഥയെക്കുറിച്ചല്ല, ഒരു സ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നത്. അല്ല, ഞാൻ ശരിക്കും ഈ ആളുകളോടൊക്കെ ചോദിക്കുമ്പോഴും കൃത്യമായ ഒരു ഉത്തരം പറയാൻ പല വേദ പണ്ഡിതന്മാർക്കോ കഴിയുന്നില്ല. സ്വർഗം ഉണ്ടെങ്കിൽ എവിടെ? അത് സ്വർഗം ഉണ്ടോ?
ഇനി സ്വർഗത്തിൽ നമ്മളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇത് ഞാൻ പലരോടും ചോദിച്ചിട്ട് കൃത്യമായ ഒരു ഉത്തരം ആർക്കും പറയാനായിട്ട് സാധ്യമില്ല. ഇത് പെന്തക്കോസ്റ്റൽ സഭയിലായാലും ബ്രദറൻ സഭയിലായാലും ഒരു ആശയക്കുഴപ്പമുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? പെന്തക്കോസ് ക്രൈസ്തവരെല്ലാവരും ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഈ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആ ജീവിതം ദൈവത്തോടു കൂടെ സ്വർഗത്തിലായിരിക്കുമെന്ന് അതൊരു സിമ്പിൾ ബിലീഫാണ്. പിന്നെ ഒത്തിരി ഫിലോസഫി ഇതിനെ അത് ഞാൻ ചോദിക്കുന്നത് അതിന് വചനം സപ്പോർട്ട് ചെയ്യുന്നുണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. വചനം സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഉണ്ട്. ഇപ്പോ പലർക്കും ലഭിക്കുന്നത് പല രീതിയിലുള്ള ഒരു പ്രതിഫലമായിരിക്കണമല്ലോ. കാരണം കൂടുതൽ അധ്വാനിച്ചതും ആ അധ്വാനിച്ച വ്യക്തിയും കുറച്ച് അധ്വാനിച്ച വ്യക്തിയും ഉണ്ടല്ലോ. പ്രതിഫലത്തെ സംബന്ധിച്ച് വ്യത്യസ്തതയുണ്ട്. ആ പ്രതിഫലം ഇപ്പൊ കിരീടങ്ങൾ ലഭിക്കുന്നു. തേജസ്സിന്റെ കിരീടം, വാടാത്ത കിരീടം, അങ്ങനെ പല കിരീടങ്ങളുണ്ട്. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്ന ഇതാണ്, ഇപ്പൊ കത്തോലിക്ക സഭ മുതൽ ബ്രദറൻ പെന്തക്കോസ് യേശുനാമക്കാർ വരെ നമ്മുടെ വിശ്വാസ കൂട്ടത്തിലുണ്ട്, ക്രിസ്ത്യാനി എന്ന പേരിൽ. അതെ. അപ്പോൾ ഈ പറയുന്ന വ്യക്തികൾക്കൊക്കെ ഈ 1,00,000-ലധികം വാസസ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ കത്തോലിക്ക വിശ്വാസിയും ഓർത്തഡോക്സ് വിശ്വാസിയും ഒക്കെ സ്വർഗത്തിൽ പോകും എന്നൊക്കെ പറയാൻ പറ്റുമോ? യേശുവിൽ വിശ്വസിക്കുന്നവര് ഇവരെല്ലാം യേശുവിൽ വിശ്വസിക്കുന്നു, യേശുവിനെ രക്ഷകനായി അംഗീകരിക്കുന്നവരാണല്ലോ കത്തോലിക്ക സഭ മുതൽ. യേശുവിനെ രക്ഷകനായി അംഗീകരിക്കുന്നവര് സ്വർഗത്തിൽ പോകത്തില്ലെന്ന് പറയാൻ ഒക്കത്തില്ല. സഭയിലാണെങ്കിലും അപ്പൊ കത്തോലിക്ക സഭയിലുള്ളവർ പോവോ? കത്തോലിക്ക സഭയിലുള്ളവരും പോകും, ഓർത്തഡോക്സുകാരൻ പോകും, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയാണ് ഇവിടെ മാനദണ്ഡം പാപപരിഹാരത്തിനായി ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇപ്പം ക്രൂശിലെ കള്ളനെ സംബന്ധിച്ച് അവൻ ഒരു സഭയിലും ഇല്ലായിരുന്നു. ഒരു പ്രവൃത്തിയും അവന്റെ ആയുസ്സിൽ അവൻ ചെയ്തിട്ടില്ല. ഒരൊറ്റ കാര്യമേ അവൻ പറഞ്ഞുള്ളൂ, നീ രാജാവായി വരുമ്പോൾ എന്നെ ഓർക്കണമേ. അപ്പം അവൻ വിശ്വസിച്ചു, നീ രാജാവാണ്, നീ മടങ്ങി വരും, അന്ന് എന്നെ ഓർക്കണമേ. ഇത്രയും കാര്യം യേശു മരിക്കാൻ പോവുകയാണെന്നും അവൻ ഉയർത്തി നിൽക്കുമെന്നും അവൻ മടങ്ങി വരുമെന്നും രാജാവായിട്ട് വരുമെന്നും എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ളവനാണെന്നും ഒരൊറ്റ വിശ്വാസത്തിൽ അടങ്ങിയിരിപ്പുണ്ടായിരുന്നു. അതായത് സ്വർഗരാജ്യത്തിൽ പോകാം. ഇപ്പൊ നമ്മളിത് പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കും. ഇപ്പൊ നാളെ പറയും എം പി ബാബു സാറ് പറഞ്ഞു കത്തോലിക്കക്കാരും സ്വർഗത്തിൽ പോകും, ഓർത്തഡോക്സുകാരും സ്വർഗത്തിൽ പോകുന്നു പറഞ്ഞു എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിക്കുന്നത്. കത്തോലിക്കയിലെ അല്ല ഞാൻ ചോദിക്കുന്നത് സ്വർഗത്തിൽ പോകുന്നതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് പാപപരിഹാരത്തിനായി യേശുക്രിസ്തുവിന്റെ ചൊരിഞ്ഞ രക്തത്തിലുള്ള വിശ്വാസം ഉള്ള കത്തോലിക്കൻ, ഓർത്തഡോക്സുകാരൻ ആരാണെങ്കിലും പോയേ പറ്റൂ. അപ്പൊ അവര് ചെയ്യുന്ന ചില പരിചയങ്ങൾ കൊണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മളോടൊരു മറ്റൊരു ചോദ്യം ചോദിക്കാം. അങ്ങനെയാണ് നിങ്ങൾ എന്തിനാണ് ഈ കത്തോലിക്ക ഓർത്തഡോക്സ് സഭ വിട്ട് ഈ പെന്തക്കോസിലേക്കും ബ്രദറിലേക്കും പോയെന്ന് ആളുകൾ ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? വചനം പറയുന്ന മറ്റു കാര്യങ്ങൾ കൂടെ അനുസരിക്കേണ്ടത് കൊണ്ട് ആണ് ഞങ്ങളത് വിട്ടുപോയത്. ഇനി ഞങ്ങൾ ബേസിക്കലി ഓർത്തഡോക്സ് സഭ വിട്ടത് വിശ്വാസത്താലാണ് നീതീകരണം, പ്രവൃത്തിയാലല്ല. അല്ലെങ്കിൽ സഭയുടെ ചില പ്രമാണങ്ങൾ അനുസരിച്ചാൽ നീ സ്വർഗത്തിന്റെ ഒരു വശം വരെ ചെല്ലും, പിന്നീടുള്ള എല്ലാ വർഷത്തെയും 3 മേൽ കുർബാന കൊണ്ട് കുറേശ്ശെ സ്വർഗത്തിലേക്ക് പോകും എന്ന് ഉള്ളതിനേക്കാൾ വിശ്വസിക്കുന്ന അതേ സമയം വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്, പിന്നെ കൊടുക്കാമെന്നല്ല, അന്നേരം തന്നെ. അപ്പൊ അത് സാർ ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് പറയണം, കാരണം ഇത് ആളുകൾ ഒരു വിവാദമാക്കരുത്. അതായത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച്, അതായത് എന്റെ പാപത്തിന് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് എന്ന് വിശ്വസിക്കുന്ന ഒരു കത്തോലിക്കനോ യാക്കോക്കാരനോ ഓർത്തഡോക്സുകാരനോ പെന്തക്കോസുകാരനോ ബ്രദറൻകാരനോ അല്ലെങ്കിൽ ഇവൻ ഒരു ഹിന്ദു ആണെങ്കിൽ പോലും തീർച്ചയായിട്ടും. കാരണം അത് അല്ല എന്ന് പറയുവാൻ നമുക്ക് സാധിക്കത്തില്ല. എന്നാൽ തുടർന്നുള്ള കാര്യങ്ങൾ അനുസരിക്കാതിരുന്നെങ്കിൽ ഒരു പക്ഷെ അവൻ അതിന് കണക്ക് പറയേണ്ടി വരും എന്നേ ഉള്ളൂ. എന്നാലും സ്വർഗ്ഗം തള്ളപ്പെടത്തില്ല. അല്ല, അതൊരു വലിയ ഒരു പോയിന്റാ. ഇത്രയും നാളെ ഞാൻ പലരെ ഇന്റർവ്യൂ ചെയ്തിട്ട് ആരും ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞില്ല. തീർച്ചയായിട്ടും. കാരണം പാപപരിഹാരത്തിന് ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതിന് ഉദാഹരണമാണ് ഞാൻ ആ ക്രൂശിൽ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട ആ ദുഷ്പ്രവർത്തിക്കാരൻ. അപ്പൊ അന്നേരം ഒരു സ്നാനം അതിന്റെ അകത്തൊരു പ്രശ്നമായിട്ട് വരുന്നില്ലേ? സ്നാനം ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നതിനോ പാപമോചനത്തിനോ സ്നാനം ഒരു ഇതായിട്ട് വരുന്നില്ല. കാരണം അവന്റെ ഉള്ളിൽ ആന്തരികമായി നടന്ന സംഭവത്തിന്റെ ബാഹ്യമായ പ്രകടനമാണ് സ്നാനം. അപ്പൊ സ്നാനം ഒരാൾക്ക് സ്നാനം ഏൽക്കാൻ പറ്റിയില്ലെങ്കിലും സ്വർഗത്തിൽ പോകും.
കാര്യം സ്നാനപ്പെടാതെ അതും ഉദാഹരണമാരാ ഈ കള്ളന അതിന് ഉദാഹരണം, അല്ല ഈ ദുഷ്പ്രവൃത്തിക്കാരൻ ഉദാഹരണം. അദ്ദേഹം സ്നാനപ്പെട്ടില്ല, അതുകൊണ്ട് സ്നാനം വേണ്ടെന്നല്ല. അതുകൊണ്ട് സ്നാനം വേണ്ടെന്നല്ല. അല്ല, അതെനിക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത്, ആ കള്ളൻ പോയാതെന്ന് പറഞ്ഞൊരു പർദീസയിലാണല്ലോ. അതായത് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണല്ലോ ക്രൈസ്തവ സഭ രൂപീകൃതമാകുന്നത്. അതെ. അങ്ങനെ വരുമ്പോൾ ഈ പർദീസയിൽ ഇരിക്കുമെന്ന് പറഞ്ഞ കള്ളൻ ശരിക്കും സ്വർഗത്തിലാണോ പോയത്? അവൻ സ്വർഗത്തിലാണ്. ക്രിസ്തു ഇരിക്കുന്ന നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും, എന്നോട് കൂടെ പറുദീസയിലിരിക്കും എന്നാ പറഞ്ഞേക്കുന്നത്. അവിടെ ഈ പറുദീസ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പേർഷ്യൻ വാക്കാണ്. അത് പാരഡൈസ് എന്ന് പറയുന്നത്. അത് പേർഷ്യൻ ചക്രവർത്തിമാര് അവരുടെ പ്രൈവറ്റ് ഗാർഡനിൽ അവർ ബഹുമാനിക്കുന്ന ആളുകളെ വിളിച്ചൊരു ഡിന്നർ കൊടുക്കും. അപ്പൊ അതിൽ നിന്നാണ് ആ വാക്ക് ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ കർത്താവ് ഇരിക്കുന്ന സ്ഥലം അത് സ്വർഗമെന്നോ മൂന്നാം സ്വർഗമെന്നോ, മൂന്നാം സ്വർഗം തന്നെയാണ് പറുദീസ എന്ന് 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യം വായിച്ചു വരുമ്പോൾ, ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 3-ാം സ്വർഗത്തോടും എടുക്കപ്പെട്ടു. വീണ്ടും പറയുമ്പോൾ അവൻ പറുദീസയോടും എടുക്കപ്പെട്ടു. അപ്പൊ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, 3-ാം സ്വർഗവും പറുദീസയും. അപ്പൊ അവിടെ ദൈവത്തോടു കൂടെയാണ്. ഇനി മനസ്സിലായി. ബൈബിൾ ഇന്റർപ്രിട്ടേഷനിൽ ഒരു പൊതു ആശയത്തെ മനസ്സിലാക്കാം. ഓരോ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് ഇങ്ങനെയാണ്, അത് അങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു വിടാനൊക്കത്തില്ല. എന്നാൽ ഒരു വാക്യത്തെ സംബന്ധിച്ച് യേശു സ്വർഗാരോഹണം ചെയ്തു എന്നാണ് എഴുതി വയ്ക്കുന്നത്. തന്നെ ദൂതന്മാര് പറഞ്ഞു, നിങ്ങളെ വിട്ടു സ്വർഗാരോഹണം ചെയ്തവനായ ക്രിസ്തുവിനെ നിങ്ങൾ പോയതുപോലെ അവൻ തിരിച്ചു വരും. ഇനിയും ഗലീല പുരുഷന്മാരെ നിങ്ങൾ ഭൂമിയിലേക്ക് നോക്കി നിൽക്കുന്നതല്ല പറഞ്ഞേക്കുന്നത്. എങ്ങോട്ടാ? ആകാശത്തിലേക്ക്. അവർ മുകളിലേക്കൊന്നും. ആകാശം എന്ന് പറയുന്നത് മുകളില്ല, താഴെയല്ല, അല്ലേ? മനസ്സിലായി? സ്വർഗത്തെക്കുറിച്ചുള്ള ശരിയായ ആ സ്വർഗം എന്നുള്ള വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും സ്വർഗം ഉയരത്തിൽ തന്നെയാണ്. അതിന് ധാരാളം വാക്യങ്ങളുണ്ട്. എല്ലാ വാക്യങ്ങളും എനിക്ക് പെട്ടെന്ന് എടുത്ത് പറയാനൊക്കത്തില്ലല്ലോ. അപ്പം ധാരാളം വാക്യങ്ങൾ അതിനുണ്ട്. അപ്പോൾ ബ്രദറൻ സഭയുടെ അഭിപ്രായമല്ല, സാറിന്റെ വ്യക്തിപരമായ പഠനത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയും യേശുവിന്റെ പാപപരിഹാര വരിയിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും അത് കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ് ആരും ആയിക്കൊള്ളട്ടെ, അവൻ സ്വർഗരാജ്യത്തിന് അവകാശിയാണ്. അതല്ലേ പറഞ്ഞു വരുന്നേ? തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ഇപ്പൊ അങ്ങനെ ഒരു വ്യക്തിയോട് നമുക്ക് ചോദിക്കാം, പിന്നീട് സഹോദര, ദൈവത്തിന്റെ വചനത്തിൽ ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതനുസരിക്കണ്ടേ? അപ്പൊ അവര് ചിലപ്പോ പറയും, ഞങ്ങളുടെ സഭ അത് പറയുന്നില്ല, അതുകൊണ്ട് തൽക്കാലം. അത് മാത്രമല്ല, രഹസ്യ വിശ്വാസികൾ ഒരുപാടുണ്ട്. ഇപ്പൊ സൗദി അറേബ്യയിലൊക്കെ ഒരുപാട് മുസ്ലിങ്ങളായിട്ടുള്ള അവരാരും സ്വർഗത്തിൽ പോത്തില്ലേ? അവര് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചു. ചിലപ്പോൾ അവർക്ക് അവരുടെ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കേണ്ടി വരും. കാര്യം അവർ തുറന്നു പറഞ്ഞാൽ അവരുടെ തല പോവും. പറഞ്ഞ മനസ്സിലായി? അപ്പം അതുകൊണ്ട് സ്വർഗം അവന് തടസ്സമായിട്ട് നിൽക്കുന്നത്. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, സാർ ഇത്രയും ഒരു ലിബറൽ ടീച്ചിങ്ങിലേക്ക് എന്തുകൊണ്ടാണ് വന്നത്? പൊതുവെ എനിക്ക് ഒരുപാട് ബ്രദറൻകാരെ പരിചയമില്ല, പക്ഷെ പെന്തക്കോസുകാരും ഇങ്ങനെ ഒരു ആശയം അംഗീകരിക്കുകയില്ല. അതെ, ലിബറൽ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ വചനത്തിന്റെ പഠനമാണ്. വചനം പഠിക്കുമ്പോൾ അല്ല, അതാണ് സത്യം. ഇപ്പൊ സാറ് പറഞ്ഞതാണ് സത്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്ന് വെച്ചാല് കഴിയുന്നിടത്തോളം ആളുകൾക്ക് സ്വർഗരാജ്യ പ്രവേശനം കൊടുക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിന്റെ ലക്ഷ്യം. അല്ലാതെ കഴിയുന്നിടത്തോളം ആളുകളെ നരകത്തിലിടുക എന്നുള്ളതല്ല. ഒരു ഹാൻഡ് ഫുൾ ഓഫ് പീപ്പിൾ, അവരെ മാത്രം സ്വർഗത്തിൽ കൊണ്ടുപോകാനല്ല ക്രിസ്തു വന്നത്. അതുകൊണ്ട് ഇത് ഓപ്പൺ ആണ്. സാർവലൗകിക രക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ക്രിസ്തുവിന്റെ ചരിത്രപരമായ ക്രിസ്തുവിനെ അറിയുന്നത് കൊണ്ട് ആരും സ്വർഗത്തിൽ പോകത്തില്ല. ക്രിസ്തുവിന്റെ ബലിമരണത്തിൽ, യാഗമരണത്തിലുള്ള എന്റെ വിശ്വാസം അതെന്നെ എന്റെ പാപത്തിൽ നിന്ന് മോചിക്കുവാൻ ഇത് പര്യാപ്തമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നൊരു വ്യക്തി പറഞ്ഞാൽ അദ്ദേഹത്തെ തടയാൻ നമുക്ക് യാതൊരു മാർഗവുമില്ല, ഒരു അധികാരവുമില്ല. അപ്പോൾ സ്വർഗമുണ്ട്, നരകമുണ്ട്, ന്യായവിധി ഉണ്ടോ? ന്യായവിധിയും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ന്യായവിധി ഇല്ലാന്ന് എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ക്രിസ്തുവേശുവിലുള്ളവരായതുകൊണ്ട് അവർക്ക് ന്യായവിധിയില്ല. ഇല്ല, അല്ലാത്തവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ രക്ഷയുടെ അനുഭവത്തിൽ വന്നതിന് ശേഷം പിന്നീട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ചെറിയ ചെറിയ പാപങ്ങളുണ്ടല്ലോ. ചിലർ
വിചാരം ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ചില ആളുകൾ മോഷണത്തിന് പോകുന്നുണ്ട്. ഇപ്പൊ സഭയ്ക്കൊക്കെ ഫണ്ട് വരുമ്പോൾ അതൊക്കെ അടിച്ചു മാറ്റുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ചിലപ്പോൾ തെറി പറയും, ചിലപ്പോൾ ചീത്ത പറയും, ചിലർ ചീറ്റ് ചെയ്യും. പാപം കൂടാതെ ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ബൈബിള് തന്നെ പറയുന്നു, നിങ്ങളിൽ പാപമില്ല എന്ന് പറയുന്നവൻ കള്ളനാന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോ ചെറിയ ചെറിയ പാപങ്ങൾ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വരുമല്ലോ. ഈ രക്ഷിക്കപ്പെട്ട് ഒരു ദിവസം കൊണ്ട് ഈ പാപമെല്ലാം അല്ലെ ക്രിസ്തീയ സ്വഭാവം ഒരു ദിവസം കൊണ്ടല്ല നമുക്ക് ലഭിക്കുന്നത്. പക്ഷെങ്കിൽ കുറഞ്ഞ പക്ഷം കുറെ നാളുകൾ കൊണ്ടെങ്കിലും ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപരായിട്ട് വരണം. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എൻ്റെ അവയവങ്ങളിൽ കാണുന്നു, അവ എന്നെ പാപപ്രമാണത്തിന് ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആർ വിടുവിക്കും എന്നൊരു വലിയ ചോദ്യം പൗലോസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ പോരാട്ടം മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കുകയാണ്. ആ പോരാട്ടത്തിൽ ജയിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. പറഞ്ഞ മനസ്സിലായി? എന്നിട്ട് പറയുകയാണ്, എങ്കിലും ഈ പോരാട്ടം ഉണ്ടെങ്കിലും ചിലപ്പോൾ പരാജയപ്പെട്ടെങ്കിലും അതുകൊണ്ട് ഇപ്പോൾ ആ 7-ാം അധ്യായം കഴിഞ്ഞ് 8-ാം അധ്യായത്തിൽ തുടക്കത്തിൽ പറയുകയാണ്, therefore there is no condemnation for those who are in Christ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എന്നിട്ട് പറഞ്ഞു, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പോസിബിലിറ്റിയാണ് അവിടെ പറയുന്നത്. എന്നാൽ ഈ ആത്മസംഘർഷമുണ്ട്. പാപം ചെയ്യണോ വേണ്ട, ജഡവും ആത്മാവും തമ്മിൽ ഒരു വലിയ പോരാട്ടം നടക്കുകയാണ്. ഈ ക്രിസ്തുവിൽ ജനിച്ചവന് പാപം ചെയ്യാൻ കഴിയില്ല എന്നൊരു വാക്യം വരുന്നുണ്ടല്ലോ. യോഹന്നാന്റെ ലേഖനത്തില്. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കും? ക്രിസ്തുവിൽ ജനിച്ചവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറയുന്നത് അവന്റെ പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് പാപം ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയുകയില്ല. അതാണ് കുറെ കൂടെ ശരിയായ ട്രാൻസ്ലേഷൻ. അതിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ഒരു വ്യക്തി ജീവിതകാലം മുഴുവനും ഇങ്ങനെ ജീവിക്കില്ല. അവന് ഓരോ സ്റ്റെപ്പ് മുമ്പോട്ട് പോകും തോറും ഓരോന്നിലും വിജയം പ്രാപിക്കും. എന്നാൽ അതിൽ തന്നെ പിന്നെ തോറ്റെന്ന് വരാം. എന്നാൽ ദൈവസന്നിധിയിലുള്ള കർത്താവെ, ഞാൻ പരാജയപ്പെട്ടു, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുന്ന ഒരു കർത്താവാണ്. ഓക്കെ സാറേ, ഒരു പഠിപ്പിക്കലുണ്ട്, AD 70 യേശു വന്നു എന്ന് പറയുന്ന ഒരു പഠിപ്പിക്കലുണ്ട്. അതിനെ എങ്ങനെയാണ് സാറിന്റെ പഠനവുമായി ബന്ധപ്പെട്ട് കാണുന്നത്? എങ്ങനെയാണ് അങ്ങനെ ഒരു പഠനം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. AD 70 യേശു ക്രിസ്തു വന്നിട്ട് പോയി, തിരിച്ചു വന്നിട്ട് പോയി എന്ന്. അങ്ങനെ ഒരു പഠനത്തെ സമീപിക്കുമ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്? ദൈവത്തിന്റെ വചനത്തിൽ പിന്നീട് നടക്കുന്ന അനേക സംഭവങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് യേശു വരത്തുള്ളൂ. അതൊന്നും നടന്നിട്ടില്ല. ഇനിയും വരുവാനായിട്ട് മറ്റു യാതൊരു കാര്യങ്ങളും ഇനിയും വരുവാനില്ല. എന്നാൽ വന്നു കഴിഞ്ഞ് നടക്കേണ്ടുന്ന കാര്യങ്ങൾ അതൊന്നും ഇവിടെ നടന്നിട്ടില്ല. ഓക്കെ. അപ്പൊ ഈ നമ്മുടെ കർത്താവിന് ഇനി എത്ര വരവുണ്ട്? പെന്തക്കോസ്റ്റൽ സഭകൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ പഠിപ്പിക്കുന്നത് 2 വരവുണ്ട്. ഒന്ന് രഹസ്യവരവും ഒന്ന് പരസ്യവരവും. അപ്പം സാറിന്റെ ഇത്രയും നാളത്തെ ഈ പഠനത്തിൽ ഇനി ഒരു 2 വരവുണ്ടോ? ദൈവത്തിന്റെ സഭ എന്ന് പറയും, സഭയും ഇസ്രയേലും സഭയും ഇത് 2 എൻറ്റിറ്റിയാണ്. അപ്പോൾ തന്നെ ദൈവം ഇസ്രയേലിനോട് ഇടപെടുന്നത് തന്റെ സ്വന്തം ജനമെന്നും രാഷ്ട്രീയമായ ഒരു ഇടപെടലുണ്ട്. കാരണം കർത്താവ് ഇസ്രയേലിൽ വന്നിട്ടാണ് 1000 ആണ്ട് ഈ ഭൂമിയിൽ ഭരിക്കുന്നത്. ഇസ്രായേൽ വന്നതിന് ശേഷം യെരുശലേമിലേക്ക് വന്ന് ആണ് 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കുന്നത്. അപ്പോൾ ഇസ്രയേലിനോട് ദൈവത്തിന്റെ ഒരു ഇടപെടൽ, അത് റോമാലേഖനം 9, 10, 11 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരുശലേമിനെ ചവിട്ടിക്കളയും എന്ന് പറയും. അപ്പോൾ ജാതികളുടെ കാലം തികഞ്ഞു കഴിയുമ്പോൾ ദൈവം പിന്നെ ഇസ്രയേലിനോട് അല്ല, ഈ രഹസ്യ വരവ് എന്ന് പറയുമ്പോൾ അത് ഭൂമിയിലേക്കാണോ വരവ്? രഹസ്യ വരവ് ഭൂമിയിലേക്ക് കർത്താവ് മധ്യാകാശത്തിൽ വന്നിട്ട് സഭ എടുക്കപ്പെടുകയാണ്. അപ്പൊ സഭ കർത്താവിന് എതിരേൽപ്പാൻ എടുക്കപ്പെടും. പിന്നീട് അപ്പൊ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമോ? ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പൊ ഈ 2 കൂട്ടരും ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്നത് മരിച്ചവരാണ്. പിന്നെ അപ്പൊ തന്നെ ജീവനോടെ ഇരിക്കുന്നവർക്ക് ഒരു രൂപാന്തരം, ഒരു മെറ്റമോർഫോസിസ് ആണ് അവർക്ക് സംഭവിക്കുന്നത്. പക്ഷെ മുമ്പ് മേലോട്ട് പോകുന്നത് ഈ 2 കൂട്ടരും
ഒന്നിച്ചാണ് മുകളിലേക്ക്. പക്ഷെ പൗലോസിന്റെ ടീച്ചിങ്ങും യേശുക്രിസ്തുവിന്റെ വാക്കുകളും വെച്ച് നോക്കുമ്പോൾ വേദവസം പറയുന്ന മരിച്ചവൻ അവന്റെ ശബ്ദം കേൾക്കുകയും എല്ലാവരും ചിലർ നന്മയ്ക്കായും ചിലർ നല്ലതിനു വേണ്ടിയിട്ടും, അതായത് നല്ല പ്രതിഫലത്തിന് വേണ്ടിയിട്ടും, ചിലത് തിന്മയ്ക്കായിട്ടും ഉയർത്തെഴുന്നേൽക്കും പറയുന്ന ഒരു ഭാഗമുണ്ട്. കല്ലറയിൽ ഉറങ്ങുന്നവരെല്ലാവരും അവന്റെ ശബ്ദം കേൾക്കും. ചിലർ നിന്ദയ്ക്കായിട്ടും ചിലർ നിത്യജീവനായും ചിലർ നിന്ദയ്ക്കായിട്ടും എഴുന്നേറ്റ് വരും. അത് ജനറലി അത് യഥാർത്ഥത്തിൽ ഇത് പറയുന്നത് തന്നെ ഒരു യഹൂദൻ കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. ഇപ്പൊ യഹൂദിനെ സംബന്ധിച്ച് അന്ത്യനാളിലെ പുനരുത്ഥാനം അവരിൽ രക്ഷിക്കപ്പെട്ടവര് സഭയുടെ കൂടെയുണ്ട്. എന്നാൽ ജാതീയമായി അവർക്ക് പിന്നീട് ഒരു പുനരുത്ഥാനമുണ്ട്. അപ്പം ആ പുനരുത്ഥാനത്തിൽ അന്ത്യനാളിലെ പുനരുത്ഥാനം അന്ന് ചിലർ നിന്ദയ്ക്കായും ചിലർ നിത്യജീവനായും എഴുന്നേറ്റ് വരും എന്നുള്ള ഒരു ജൂയിഷ് കോണ്ടെക്സ്റ്റിലാണ് അത് പറയുന്നത്. പക്ഷെ അത് വെച്ചുകൊണ്ട് രണ്ട് വരവ്, അതായത് രഹസ്യ വരവ് ഇല്ല, ഒറ്റ വരവേ ഉള്ളെന്ന് ഇപ്പൊ പൊതുവെ ചില പെന്തക്കോസ്റ്റൽ സമൂഹം അങ്ങനെ ഒരു പഠിപ്പിക്കലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ യഥാർത്ഥത്തിൽ ഇത് യഹൂദനോടുള്ള ദൈവത്തിന്റെ ഇടപാട്. ഇന്ന് ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിലാണ് അതിന് വ്യക്തമായിട്ട് ഒരു ബ്രാക്കറ്റ് പീരീഡ് ഉണ്ട്. ഇന്ന് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് യഹൂദനും ജാതിയും കൂടെ ചേർന്ന സഭയോടാണ് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പിന്നീട് ഈ സഭാ കാലയളവ് തീരുവാൻ പോകുന്നു. സഭാ കാലയളവ് തീർന്നിട്ട് പിന്നീട് ദൈവം യഹൂദനോട് ഇടപെടുന്നു. യഹൂദനോട് ദൈവം ഇടപെടുമ്പോൾ ഈ സഭാ കാലയളവ് പറയുന്ന ഒരു ബ്രാക്കറ്റ് പീരീഡാണ്. അത് കഴിഞ്ഞ് ദൈവം യഹൂദനോട് ഇടപെടും. അവിടെ വെച്ച് യഹൂദന് സംഭവിക്കാൻ പോകുന്ന കാര്യവും ഈ ക്രിസ്തുവിനെ അവർ റിയലൈസ് ചെയ്യുവാനായിട്ട് പോവുകയാണ്. ഇന്നവര് ദേശീയമായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ക്രിസ്തുവിനെ അറിയുന്ന ആളുകളുണ്ട്. എന്നാൽ ജാതീയമായി അവർ ക്രൂശിച്ച ക്രിസ്തുവിനെ മശികയായിട്ട് അവര് റിയലൈസ് ചെയ്തേ പറ്റുമല്ലോ. സക്രിയ പ്രവചനത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അവർ കുത്തിയവെങ്കിലേക്ക് നോക്കും, ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ വിലപിക്കും. അന്ന് അവർ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അവർ റിയലൈസ് ചെയ്ത് ഇത് മശിഹയാണെന്ന് പറയുമ്പോൾ അവരുടെ വലിയൊരു തോൽവിയുടെയും പതനത്തിന്റെയും മധ്യത്തിലാണ് അവർ നിലവിളിക്കുന്നത്. അന്നാണ് അവർ റിയലൈസ് ചെയ്തത്. അന്ന് യേശുക്രിസ്തു ആ മഹത്വ പ്രത്യക്ഷതയിൽ ഭൂമിയിലേക്ക് വരും. അവനെ ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല രണ്ടായിട്ട് പിളർന്നു പോകും. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം പാരോഷ്യ അഥവാ റാപ്ചറും ഗ്ലോറിയസ് അപ്പിയറൻസും ഇത് തമ്മിൽ രണ്ടിന്റെയും കോണ്ടെക്സ്റ്റ് തമ്മിൽ വ്യത്യസ്തമായ പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വ്യത്യസ്തമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഓരോന്നും എടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഈ ഇന്റർവ്യൂവിൽ അത് മുഴുവനും തീർച്ചയായിട്ടും ചിന്തിക്കാൻ പാടില്ല. ഈ രണ്ടിനും രണ്ട് കാര്യം. പിന്നെ ഒന്ന്, ഇപ്പോൾ ദൈവം സഭയോടാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അത് സഭ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ ദൈവം ഇസ്രായേലിനോട് ഇടപെടും. അതിന് ദാനിയേൽ പ്രവചനത്തിൽ ഒരു കണക്ക് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 70-ാം ആഴ്ചവട്ടമാണ്. അപ്പൊ അത് വേറൊരു വിഷയമാണ്. നമ്മളത് പഠിച്ചെങ്കിൽ അപ്പം ഞാൻ ചോദിച്ചിത്രേ ഉള്ളൂ. സ്വർഗമുണ്ട്, നരകമുണ്ട്, കർത്താവിന്റെ 2 വരവുണ്ട്, 1000 ആണ്ട് വാഴ്ചയുണ്ട്, മഹോപദ്രവ കാലമുണ്ട്. ഇതല്ലേ സാറ് വിശ്വസം? പക്ഷെ ഇന്ന് ഈ പഠിപ്പിക്കലിന് വ്യത്യസ്തമായി പെന്തക്കോസ്റ്റൽ സഭയിൽ നിന്നൊരു നല്ല ശതമാനം ആളുകളും 1000 ആണ്ട് വാഴ്ചയില്ല, മഹോദരകാലമില്ല, ഈ കർത്താവിന് 2 വരവില്ല, ഒറ്റ വരവേ ഉള്ളൂ എന്ന് പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് മാറി. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തെടുത്ത് ചോദിക്കുന്നത്. അതെ, മനസ്സിലായി. പക്ഷെ ഈ അവരുടെ ആ വ്യത്യസ്തത കൊണ്ട് ഇതൊന്നും അവര് സ്വർഗത്തിൽ പോകുവാൻ തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല. അത് ഇനിയും അടിസ്ഥാനപരമായ ഉപദേശം എന്ന് പറയുന്നത് കർത്താവ് വരും എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത് അത് 1 വരവാണോ 2 വരവാണോ അത് സെക്കൻഡറി കാര്യമാണ്. ഓക്കെ, എന്നാൽ അടിസ്ഥാനപരമായി യേശുക്രിസ്തു മടങ്ങി വരും. വരത്തില്ല എന്ന് പറയുന്നവരുണ്ട്, വന്നു കഴിഞ്ഞു എന്ന് പറയുന്നവരും ഉണ്ട്. അതെല്ലാം ഉപദേശപ്പെശകാണ്. അവൻ വരും. അവൻ വരുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നടക്കണം. സഭ ഇവിടുന്ന് എടുക്കപ്പെടണം. അത് കഴിഞ്ഞ് ഇവിടെ ഒരു മഹോപദ്രവം ഉണ്ടാവും. ആ മഹോപദ്രവത്തിന്റെ അന്ത്യത്തിൽ കർത്താവ് 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കുന്ന അവസരമുണ്ട്. പിശാചിനെ പിടിച്ചുകെട്ടി തീപ്പൊയ്കയിൽ തള്ളിയിടണം. അപ്പൊ ഇങ്ങനെ ഈ കാര്യം നമ്മളിപ്പോ പറഞ്ഞാൽ തീരെയല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് പിന്നെ ഈ ബ്രദറൻ സഭകൾക്ക് വേർപാട് സഭകൾ എന്ന് പറയാനുള്ള ഒരു കാരണം എന്താണ്?
വേർപാട് സഭകൾ എന്ന് പറയുന്നത് കേരളത്തിലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അതിന് കാരണം നിലവിൽ ഉണ്ടായിരുന്ന സഭകളിൽ നിന്ന് അവർ വേർപെട്ടു. ഓഹോ, വേർപെട്ട് വന്നതുകൊണ്ട് വേർപാട് സഭകളിൽ നിന്ന് മറ്റുള്ളവർ വിളിച്ചതാ, അല്ലാതെ ഈ ആഭരണ വിഷയത്തിലല്ല. അല്ല, ആഭരണ വിഷയത്തിലല്ല. അവർ നിലവിലുള്ള പല സംവിധാനങ്ങളിൽ നിന്ന് ആ കൂട്ടത്തിൽ ആഭരണവും ഉണ്ട് എന്നേ ഉള്ളൂ. കാരണം ഒരു മറ്റുള്ളവരിൽ നിന്ന് എന്തോ പറയുന്നത് ഈ കൂടുതൽ പിന്നെ പ്രൗഢിയും അതുപോലുള്ള കാര്യം, ലളിത ജീവിതം. അപ്പോൾ ഈ ബ്രദറൻ സഭകളാണ് ആർഭാടങ്ങൾ വേണ്ട നമുക്ക്, സിമ്പിൾ ലൈഫ്. അതുകൊണ്ട് അതിന്റെ ഭാഗമാണ് ആഭരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്രദറൻ സഭകളാണോ ആദ്യം ഉണ്ടായത്, പെന്തക്കോസ്റ്റൽ സഭകളാണോ ആദ്യം ഉണ്ടായത്? ബ്രദറൻ സഭകളാണ് ആദ്യമുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഉത്ഭവത്തെ കുറിച്ച് പറയാമോ? അതായത് വിദേശത്ത്, ഇന്ത്യയില്, കേരളത്തില് ഈ മൂന്ന്, നമ്മളിപ്പം ഈ വേൾഡ് ചർച്ച് ഹിസ്റ്ററി, ഇന്ത്യൻ ചർച്ച് ഹിസ്റ്ററി, കേരള ചർച്ച് ഹിസ്റ്ററി എന്നൊക്കെ പറയുന്ന പോലെ ലോകത്തിൽ ബ്രദറൻ സഭ ആരംഭിച്ചത് എന്നാണ്, എവിടെ നിന്നാണ്, എങ്ങനെയാണ്, അതിന്റെ ഒരു പശ്ചാത്തലവും ഈ കാര്യങ്ങൾ അറിയാമെങ്കിൽ പറഞ്ഞാൽ മതി. ഇന്ത്യയിലുള്ള കാര്യം, ഇന്ത്യയിൽ ആരംഭിച്ചതും കേരളത്തിൽ ആരംഭിച്ചതിനെ കുറിച്ചൊന്ന് പറയാം. ഇവിടെ നവീകരണം മാർട്ടിൻ ലൂതറിന്റെ വരവോടുകൂടി, മാർട്ടിൻ ലൂതറാണ് നവീകരണം മുമ്പോട്ട് കൊണ്ടിരുന്നത്. അത് വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ള ഒറ്റ വാക്യമാണ് നവീകരണം ലോകത്തിൽ ഉണ്ടാകുന്നത്. അതോടനുബന്ധിച്ച് കത്തോലിക്ക സഭയ്ക്ക് എതിരായിട്ട് 95 കാര്യങ്ങൾ അദ്ദേഹം വിറ്റൻബർഗ് പള്ളിയിൽ അതിന്റെ ഡോറിൽ കൊണ്ടുവന്ന് പതിപ്പിക്കുകയും അങ്ങനെ ഒരു വലിയ തരംഗം ഒന്നുണ്ടാകുകയാണ്. അത് അവിടെ ആരംഭിച്ച നവീകരണം പ്രവൃത്തിയാലല്ല എന്ന് പറഞ്ഞാൽ പാപമോചന ചീട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പണം കൊടുത്ത് സ്വർഗത്തിൽ പോകാമെന്നുള്ള ഒരു വലിയ ആശയമൊന്നുണ്ടായി. അതിനൊക്കെ എതിരായിട്ടാണ് മാർട്ടിൻ ലൂതർ പ്രവർത്തിച്ചത്. എന്നാൽ മാർട്ടിൻ ലൂതറിന്റെ നവീകരണം കൊണ്ട് എല്ലാ ഉപദേശ പെശകുകളും മാറിയിട്ടില്ല. ക്രമേണ ഓരോരുത്തർ എഴുന്നേറ്റ് തുടർന്നുള്ള വെളിച്ചം വീശി ഓരോ അതാത് സമയത്ത് നവീകരണം ഉണ്ടായി, റിഫോർമേഷൻ ഉണ്ടായി. സൂക്ഷ്മമായൊരു നവീകരണം ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ തന്നെ ഉണ്ടായ ഒരു കാലഘട്ടമാണ് 1880 മുതലുള്ള കാലഘട്ടം. 1825 അയർലൻഡിലെ ഡബ്ലിൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൂട്ടം 1825 ഇപ്പോൾ 200 വർഷമായി അയർലൻഡിലാണ്. ഡബ്ലിൻ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ അച്ചിൻസൺ സ്ക്വയർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തൊരു വീട്ടില് ഒരു 4 ചെറുപ്പക്കാര്, അതിലെ പ്രധാനപ്പെട്ട ഒരാളാണ് ജയൻ ഡാർബി എന്ന് പറയുന്ന ഒരു പുരോഹിതനാണ്. അദ്ദേഹം ഒരു വക്കീലുമായിരുന്നു, ഒരു അഡ്വക്കേറ്റുമായിരുന്നു, നല്ല പഠിപ്പുള്ള ആളായിരുന്നു. ജയൻ ഡാർബി, ജെ.ജി. ബില്ലറ്റ്, പിന്നെ അങ്ങനെ ഒരു നാല് ചെറുപ്പക്കാര്. അവർ ചിന്തിച്ചു, സ്വതന്ത്രമായി അവർ ദൈവവചനം, എഡ്വേർഡ് ക്രോണിൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പം അവര് സ്വതന്ത്രമായി ദൈവവചനം പഠിച്ചപ്പോൾ അന്നുണ്ടായിരുന്ന എപ്പിസ്കോപ്പൽ ഹൈറാർക്കി, പട്ടക്കാരനും മേൽപ്പട്ടക്കാരനും ബിഷപ്പും പിന്നെ അവരുടെ പ്രത്യേക അധികാരങ്ങളും ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഒക്കെ അത് ഫോളോ ചെയ്തു വന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് സ്വതന്ത്രമായിട്ട് ഒരു വീട്ടിൽ കൂടിയാൽ ദൈവത്തെ ആരാധിക്കാം, ആൾത്താരെ ഇല്ലാതെ, വലിയ മദ്ബഹ ഇല്ലാതെ, വലിയ പള്ളികളില്ലാതെ ദൈവത്തെ ആരാധിക്കാമെന്ന് ഉള്ള ഒരു വലിയ നിശ്ചയം അവരുടെ ജീവിതത്തിലുണ്ടായി. അവരങ്ങനെ ആദ്യമായിട്ട് 1825 ഒന്നിച്ചൊരു വീട്ടിൽ കൂടി ദൈവത്തെ ആരാധിച്ചു. ഹോളി കമ്മ്യൂണിയൻ എന്നവരെടുത്തു. അവര് ലളിതമായിട്ട് കർത്തൃമേശ വെച്ച് അപ്പവും വീഞ്ഞും വെച്ച് കർത്താവിനെ ആരാധിച്ചു. അതൊരു വലിയ മൂവ്മെന്റിന്റെ തുടക്കമായി. അനേക ആളുകൾ ഇതിൽ ആകർഷിക്കപ്പെട്ട് അവിടേക്ക് വന്നു. അവിടെ നിന്ന് പ്ലിമത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വേറൊരു കൂടിവരുണ്ടായി. ഏകദേശം പ്ലിമത്തിൽ 1600ഓളം പേര് ഇതിലേക്ക് വന്നു. ആ പ്ലിമത്ത് ബ്രദറൻ എന്നവരെ അറിയപ്പെടും. ബ്രദറൻ എന്നുള്ള വാക്ക് അവിടെയാണ് ആരംഭിക്കുന്നത്. ഇവര് സ്ഥലം സഭയെന്നേ പറയുന്നുള്ളൂ, ഒന്നിച്ചു കൂടിയ ഒരു ഡിനോമിനേഷൻ അല്ല, ഒരു പേരും അവർ സ്വീകരിച്ചില്ല. അയൽപക്കത്തുള്ളവർ ഇവരെ വിളിച്ചതാണ് ബ്രദറൻ. അങ്ങനെ വിളിക്കാൻ കാരണം ഇവര് തമ്മിലുള്ള സ്നേഹം, സഹോദരന്മാർ തമ്മിലുള്ള ആഴമായ സ്നേഹം. ബ്രദർ എന്ന് പറയുന്ന ഒരു ഓൾഡ് ഇംഗ്ലീഷ് വാക്കാണ്. BRETHRE എന്നാണ് ആ വാക്ക്. അത് സാധാരണ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കത്തില്ല, ബ്രദേഴ്സ് എന്നാ ഇപ്പൊ പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ മറ്റുള്ളവർ ഇവരെ വിളിച്ച ഒരു പേരാണ് ബ്രദർ എന്നുള്ളത്. അങ്ങനെ അവിടെ
ഏതാണ്ട് 1600 പേര് അവിടെ കൂടി. അത് കഴിഞ്ഞ് ബ്രിസ്റ്റൽ എന്ന് പറയുന്ന സ്ഥലത്ത് ജോർജ് മുള്ളർ എന്ന് പറയുന്ന ആ വിലയേറിയ ദൈവദാസൻ ബ്രിസ്റ്റലിലെ ശുശ്രൂഷകനായിരുന്നു. അദ്ദേഹമാണ് ഒരു അനാഥശാല ആരംഭിച്ച് ഏതാണ്ട് 2000-ഓളം കുട്ടികളെ അദ്ദേഹം വളർത്തി. ബ്രിസ്റ്റലിൽ ആരംഭിച്ച് അത് ഇംഗ്ലണ്ട് മുഴുവൻ പരന്നു. 1845 ജയൻ ഡാർബി അമേരിക്കയിലേക്ക് പോയി. അപ്പോൾ അക്രോസ് അമേരിക്ക 1000 സഭകൾ രൂപീകരിക്കത്തക്കവണ്ണം അദ്ദേഹത്തിന്റെ പ്രവർത്തന മുഖാന്തരം ഉണ്ടായി. പിന്നെ അത് ജർമ്മനിയിലോട്ടും ഫ്രാൻസിലോട്ടും. ഇനി 1825 1833 5 3 8 വർഷം കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു മിഷണറി ആന്റണി നോറിസ് ഗ്രോവ്സ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ബാഗ്ദാദ് വഴി വന്ന് ഇറാഖ് വഴി വന്ന് ഇറാഖിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ കോളറ വന്ന് മരിച്ചു. അദ്ദേഹത്തിന്റെ മക്കളിൽ ഒരാൾ മരിച്ചു. പക്ഷെ അദ്ദേഹം യാത്ര നിർത്തിയില്ല. അദ്ദേഹം പത്താൻകോട്ട് വഴി ബോംബെയിൽ വന്നു. ബോംബെയിൽ നിന്ന് ഒരു പത്തേമാരിയിൽ കേരളത്തിൽ കണ്ണൂർ വന്നു. അദ്ദേഹം തിരികെ തിരുനെൽവേലിയിൽ വന്നു. തിരുനെൽവേലിയിൽ അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചു. അന്നുണ്ടായിരുന്ന CMS മിഷണറി ചർച്ച് മിഷൻ സൊസൈറ്റി ആണല്ലോ CMS. അന്ന് മിഷണറിമാരെ സഹായിക്കുന്ന ഒരു സൊസൈറ്റി. ആ CMS മിഷണറി റേനിയസ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് പരിചയപ്പെട്ടു. അങ്ങനെ അവിടെ വെച്ചാണ് ആദ്യത്തെ ബ്രദറൻ സഭാ കൂടിവരവ് ഇന്ത്യയിൽ ആരംഭിക്കുന്നത് തമിഴ്നാട്ടിലാണ്. ഏതാണ്ട് 1836 ക്രിസ്ത്യൻ പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ജോൺ ക്രിസ്ത്യൻ അരുളപ്പൻ എന്ന് പറയുന്ന ഒരു ബാലനുണ്ട്, ഒരു യുവാവുണ്ടായിരുന്നു. ആ യുവാവിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ വേണ്ടി ഇംഗ്ലീഷിൽ നിന്ന് തമിഴ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ വേണ്ടി റേനിയസ് പരിചയപ്പെടുത്തിയതാണ്. അങ്ങനെ അദ്ദേഹം ആന്റണി നോറിസ് ഗ്രോവ്സിന്റെ കൂടി അവരിരുവരും യാത്ര ചെയ്ത് കാൽനടയായി നടന്ന അന്ന് 30 സഭകൾ തമിഴ്നാട്ടിൽ സ്ഥാപിച്ചു. അത് പിന്നെ അവർ ആന്ധ്രയിലേക്ക് പോയി. ആന്ധ്രയില് അനേക സഭകൾ സ്ഥാപിച്ചു. ഇന്ന് ഏകദേശം 2000 സഭകളോളം ആന്ധ്രയിലുണ്ട്. പിന്നെ ഇന്ത്യയിൽ മൊത്തം. എന്നാൽ ഇതിന്റെ ഒരു ഭാഗമല്ല കേരളത്തിലെ സഭ. കേരളത്തിൽ 1899 കേരളത്തിൽ ബ്രദറൻ സഭ ഉണ്ടാകുന്നത്. അതിന്റെ കാരണം ഗ്രെക്സൺ എന്ന് പറയുന്ന ഒരു സായിപ്പ് മാരാമൺ കൺവെൻഷന് പ്രസംഗിക്കാനായിട്ട് വന്നു. അദ്ദേഹം തിരുമേനിയോട് പെർമിഷൻ വാങ്ങിച്ചിട്ട് വീടുകളിലെല്ലാം ചെന്ന് ബൈബിൾ ക്ലാസ് എടുത്തു. ആ ബൈബിൾ ക്ലാസ് കുമ്പനാട്ട് വെച്ച് ബൈബിൾ ക്ലാസ് എടുക്കുമ്പോഴാണ് കുമ്പനാട്ട് അച്ഛൻ എന്ന് പറയുന്ന P. മാമൻ കശീശ, അത് കുമ്പനാട്ട് മാർത്തോമാ സഭയുടെയും എരവുപേരൂർ മാർത്തോമാ പള്ളിയുടെയും ഈ 2 പള്ളിയുടെയും വികാരിയായിട്ടിരുന്ന കുമ്പനാട്ട് അച്ഛനാണ് ആദ്യമായിട്ട് ഈ വാക്കുകൾ കേൾക്കുന്നത്, രക്ഷിക്കപ്പെടുന്നു. പിന്നീട് ഒരു ഐരൂരച്ഛൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുമ്പനാട്ട് ഒരു 4 വീട്ടിലെ ആൾ, കുറ്റിയിൽ മത്തായച്ചൻ, മേലത്തേതിൽ കുഞ്ഞച്ചൻ എന്ന് പറയുന്ന ഒരാള്, അതുപോലെ PC ജോൺ ഉപദേശി, ഇങ്ങനെ 4 പേരെ ഇംഗ്ലണ്ടിലെ പോലെ സമാനമായിട്ട് ഒരു വീടിന്റെ തിണ്ണയില് ഇതുപോലെ സിമ്പിളായിട്ട് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് അവർ കൂടി. ഗ്രെക്സൺ സാഹിബിന്റെ പ്രവർത്തനമാണ് മെയിനായിട്ടും. ആ സാഹിബ് പിന്നെ സ്നാനത്തെക്കുറിച്ചും വിശ്വാസത്താലുള്ള നീതീകരണം ഇതെല്ലാം പഠിപ്പിച്ചു. അതേ സാഹിബ് തന്നെയാണ് കല്ലിശ്ശേരിയിലും ഞങ്ങളുടെ സ്ഥലത്തും പഠിപ്പിച്ചത്. അപ്പോഴാണ് ഇവിടെയുള്ള ചില പിതാക്കന്മാര് ഇവിടെ രക്ഷിക്കപ്പെടുവാനായിട്ട് കാരണമായത്. അതാണ് കേരളത്തിലെ ബ്രദറൻ സഭയുടെ തുടക്കം. ഇതേ സമയത്ത് തന്നെ നാഗൽ സാഹിബ് ബാസൽ മിഷൻ ബന്ധം വിട്ടിട്ട് അവിടുന്ന് അദ്ദേഹം കുന്നംകുളത്ത് വന്ന് ഈ സത്യം മനസ്സിലാക്കി അദ്ദേഹം അവിടെ കൂടി വരുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊരു ബ്രദറൻ സഭ എന്ന് പറയുന്നതിൽ ഒരു ഇൻഡിപെൻഡന്റ് സഭയായിട്ടാണ് അവിടെ കൂടുന്നത്. പിൽക്കാലത്താണ് അദ്ദേഹം സ്നാനപ്പെടുന്നത്. ബേട്ട് സാഹിബ് എന്ന് പറയുന്ന ഒരു വ്യക്തി കോയമ്പത്തൂർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു 1885 അദ്ദേഹം ഒരു നല്ല ഒരു ടീച്ചർ, ബൈബിൾ ടീച്ചറായിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് വന്നാണ് ബേട്ട് സാഹിബ്. എന്നാൽ അതിനേക്കാളൊക്കെ മുമ്പ് 1833 ആന്റണി നോറിസ് ഗ്രോവ്സ് ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ വന്നു. അവിടെ 1836 അവിടെ സഭ രൂപീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സഭ. കേരളത്തിൽ 1899 കുമ്പനാട്ട് 4 സഹോദരന്മാരോട് കൂടി, അതാണ് കേരളത്തിലെ ബ്രദറൻ സഭയുടെ തുടക്കം. അപ്പൊ പെന്തക്കോസ്റ്റൽ സഭകളെക്കാൾ മുൻപേ കേരളത്തിലും ബ്രദറൻ സഭകൾ വന്നു. ഈ 1901 ബൈബിൾ കോളേജ്, കാലിഫോർണിയയിലെ ബൈബിൾ കോളേജിൽ പഠിച്ച ആഗ്നസ് ഓസ്മാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവള് പെട്ടെന്ന് അവളുടെ ഒരു അന്യഭാഷ അല്ലെങ്കിൽ അവളുടെ ആ ഒരു പ്രവചനത്തിൽ നിന്നാണല്ലോ പെന്തക്കോസ്ത് സഭയുടെ തുടക്കം. അതായത് ഈ പെന്തക്കോസ്ത് സഭയുടെ സ്ഥാപകൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്.
ആ സ്ത്രീയിൽ നിന്ന് തുടങ്ങിയതാണ് ഈ പെന്തക്കോസ്ത്. തുടങ്ങിയതാണ്. ആ സ്ത്രീയെ അന്നേരം ചില വാക്കുകൾ ഇങ്ങനെ പുലമ്പുകയും അവര് പറഞ്ഞ അതിന്റെ അടിസ്ഥാനത്തിലാണ് അതൊരു പ്രത്യേക അതൊരു അന്യഭാഷ അവർ പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ചില ആളുകൾ പറയുന്നത് അവർക്കൊരു മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നെന്ന് പറയുന്നു. എന്തായാലും അതിൽ നിന്ന് വേറൊരു അനുഭവത്തിന്റെ തുടക്കമായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ഈ പെന്തക്കോസ്റ്റൽ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെ നമുക്ക് അതൊരു ഉപദേശപരമായി ഉൾക്കൊള്ളാൻ സാധിക്കും? അല്ല, അതൊരു സ്ത്രീ ആരംഭിച്ചെങ്കിലും പിന്നീട് അതിന്റെ നേതൃത്വം ഉണ്ടല്ലോ, പുരുഷന്മാരെ ഏറ്റെടുത്ത് ഇത് ഇങ്ങനെ മറിച്ച് ചിന്തിക്കത്തക്കവണ്ണം ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ടായി എന്നേ ഉള്ളൂ. അപ്പൊ ഏത് ഇൻസിഡന്റ് ഉണ്ടായാലും അത് ദൈവവചനത്തിൽ അധിഷ്ഠിതമാണോ? ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. അത് ഇപ്പം അനേക പെന്തക്കോസ്തുകാർ പറഞ്ഞ ഇത് ഞങ്ങളുടെ അനുഭവമാണ് എന്നാണ്. അതെ, ഇപ്പൊ അന്യഭാഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്ന് അത് നിന്നുപോയി. അവര് പറയുന്നു നിന്നിട്ടില്ല, അനുഭവമാണ്. അല്ല, നിന്നിട്ടില്ല. പിന്നെ ഇത് തുടരുന്നു എന്ന് അവർ പറയുന്നു. ബ്രദറുകാർ പറയുന്നു തുടരുന്നില്ല, ഇത് നിന്നുപോയി. അപ്പോൾ പെന്തക്കോസ്തുകാർ പറയുന്നു ഇത് ഞങ്ങളുടെ അനുഭവമാണ്. പക്ഷേ ഒരു ദൈവശാസ്ത്രപരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയട്ടെ, യാതൊരു അനുഭവവും അല്ല, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് അനുഭവവും ദൈവവചനത്തിൽ അധിഷ്ഠിതമായിരിക്കണം. ദൈവവചനത്തിൽ ഇല്ലാത്ത ഒരു അനുഭവത്തിന്റെ മേലൊരു ഉപദേശം സ്ഥാപിക്കുവാൻ പറ്റുമോ? പറ്റിയല്ല. ഇപ്പം ചിലയിടത്ത് തീ കോരുന്ന കൈകൊണ്ട്, പിന്നെ അനേക സ്ഥലങ്ങളില് സൂചി കുത്തിയിറക്കി അതിൽ തൂങ്ങിക്കിടക്കുന്നു. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അവരുടെ അനുഭവമാണ്. അതിന്റെ ഒന്നും അടിസ്ഥാനത്തിൽ സാർവദേശീയമായ ഒരു ഉപദേശമായിട്ട് അതിനെ മാറ്റുവാൻ സാധിക്കത്തില്ല. പറ്റുമോ? പറ്റില്ല. ഓക്കെ, അതാ പ്രധാനപ്പെട്ട ഒരു കാര്യം. സോ നമ്മുടെ ഓൾ അവർ എക്സ്പീരിയൻസ് ഷുഡ് ബി വിതിൻ ദ ലിമിറ്റ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. വാട്ട് ദ വേർഡ് സേ. നമുക്കൊരു സപ്പോർട്ട് വേണം, വചനത്തിൽ നിന്ന് സപ്പോർട്ട് വേണം. എങ്കിൽ മാത്രമേ അത് നമുക്ക് ഉപദേശമായിട്ട് പറയാനൊക്കത്തുള്ളൂ. മറ്റേത് അനുഭവമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പെന്തക്കോസ്ത് സമൂഹം പറയുന്നത് ബ്രദറൻ സഭകൾക്ക് വളർച്ചയില്ല, പെന്തക്കോസ്റ്റൽ സഭകൾക്കാണ് വളർച്ച. കാരണം അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. അപ്പോൾ തന്നെ നമുക്ക് അതിന്റെ വ്യത്യാസം തിരിച്ചറിയാവുന്നതാണ് അവർ അവകാശപ്പെടുന്നത്. ഓക്കെ, അതിനേക്കാൾ വളരുന്ന ഉപദേശപ്പിശകുള്ള മറ്റനേക സഭകളുണ്ടല്ലോ. ഇപ്പൊ കത്തോലിക്ക സഭ ലോകം മുഴുവൻ മൂടിയിരിക്കുകയല്ലേ. അവർ മറിയാരാധന എന്ന് പറയുന്നത് ഗുരുതരമായ വീഴ്ച. അത് പെന്തക്കോസ്തുകാരും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സത്യം. അവരെന്താ വളരുന്നേ? അപ്പം ആള് കൂടുതൽ ഉള്ളത് കൊണ്ട് ഉപദേശപരമായ ആ സഭയാണ് ശരിയെന്ന് പറയാൻ. അത് മാത്രമല്ല, ഈ ബ്രദറൻ സഭകളിലുള്ള ആളുകളാണ് കൂടുതൽ ഈ ക്രിസ്തീയ പാട്ടുകൾ എഴുതിയിട്ടുള്ളതും അതുപോലെ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളതും. വേദപഠിതാക്കൾ എന്ന് പൊതുവെ അറിയപ്പെടുന്നത് അവരാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ക്രൈസ്തവ സമൂഹത്തിന് ബ്രദറൻ സഭകൾ നൽകിയിട്ടുള്ള ഒരു സംഭാവനകൾ എന്തൊക്കെയാണ്? യഥാർത്ഥത്തിൽ ഈ 200 വർഷം ആയല്ലോ ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ സഭ ആരംഭിച്ചിട്ട് എന്ന് പറയുന്നത്. അന്നു മുതൽ ലോകത്തിന് ഈടുറ്റ ബൈബിൾ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ നൽകിയിട്ടുള്ള ഒരു സമൂഹമാണ് ബ്രദറൻ സമൂഹം. ജെ.എൻ. ഡാർബി മുതൽ വില്യം കെല്ലി, ജെ.ജി. ബില്ലറ്റ്, ഇതുപോലുള്ള പ്രഗത്ഭരായ ഡോക്ടർ എഫ് ബ്രൂസ്, എച്ച്.എൽ. എല്ലീസൺ, ഇങ്ങനെയുള്ള അനേകരെ പേരെടുത്ത് പറയുവാനായിട്ട് സാധിക്കും. അവരൊക്കെ കറതീർന്ന ബൈബിൾ വ്യാഖ്യാതാക്കളാണ്. ഇനി ഗാനരചയിതാക്കൾ, അതുപോലെ പ്രശസ്തരായ ഗാനരചയിതാക്കളുണ്ട്. പ്രത്യേകിച്ചും കേരള ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വി നാഗൽ, ജർമ്മനിയിൽ നിന്ന് വോൾബ്രൈറ്റ് നാഗൽ ഇവിടെ വന്നു. അദ്ദേഹം മലയാളം പഠിച്ച് മനോഹരമായ മലയാള ഗാനങ്ങൾ എഴുതി ഏറെ പ്രത്യാശ നൽകുന്ന സമയമാം രഥത്തിൽ മുതൽ ഇങ്ങോട്ട് യേശുവേ നിന്റെ രൂപമീ എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം, അങ്ങനെയുള്ള അനേക ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നീട് മഹാകവി കെ.വി. സൈമൺ സാറ് കുറെ കൂടെ കീർത്തന സാഹിത്യ രംഗത്ത് ഉള്ള ഗാനങ്ങളാണ് എഴുതിയത്. ഹൈന്ദവ കീർത്തനങ്ങൾ ഉണ്ട്. അതിന്റെ രാഗത്തിലും താളത്തിലും ഉള്ള അദ്ദേഹം അനേക ഗാനങ്ങൾ എഴുതി. അതിൽ നിന്ന് വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് എം.ഇ. ചെറിയാൻ സാറിന്റെ അനുഗ്രഹത്തിന്റെ അധിപതിയെ, അത് ഒരു ഇന്ന സഭയുടെ ആണെന്നൊന്നുമല്ല, എല്ലാവരും ഏറ്റുപാടുന്ന മനോഹരമായ ഗാനമാണ് എം.ഇ. ചെറിയൻ സാറിന്റെ. അതോടൊപ്പം തന്നെ ഇപ്പൊ പി.വി. തൊമ്മി, അദ്ദേഹം ഒരു ബ്രദറുകാരനല്ല, അദ്ദേഹം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് ധാരാളം. ചാൾസ് ജോണ്, പിന്നെ ടി.കെ. ശമുവേൽ സാറ്,
പിന്നെ അങ്ങനെ ചാൾസ് ജോൺ, അതുപോലെ ജോയി ജോൺ, ഇങ്ങനെയുള്ള അനേകര്, പിന്നെ ജോർജ് കോശി മൈലപ്ര, അദ്ദേഹം ഒരു നല്ല എഴുത്തുകാരനും ഗ്രന്ഥകാരനും ഒക്കെയാണ് ജോർജ് കോശി മൈലപ്ര. എന്ന് പറഞ്ഞാൽ ആധുനിക ഭാഷയിൽ തന്നെ അദ്ദേഹം ഇന്നത്തെ പത്രഭാഷയിൽ അദ്ദേഹം എഴുതുന്നു. അതുപോലെ പിന്നീട് നമുക്ക് വിസ്മരിക്കാൻ കഴിയാത്ത ഒരാളാണ്, എല്ലാ സഭകൾക്കും തന്നെ പ്രയോജനകരമായിട്ട് നിൽക്കുന്ന ഒരു ദൈവശാസ്ത്രജ്ഞനാണ് JC ദേവ് അവർ. അപ്പം അദ്ദേഹം ഏകദേശം 40-ലധികം പുസ്തകങ്ങൾ, OJ ജോണ്. ഓക്കെ, ഈ ബ്രദറൻ സഭകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? പ്രായോഗികമായിട്ട് ഏത് സഭയും കാലം കൊണ്ട് അവരുടെ തനിമയിൽ നിന്ന് വ്യത്യാസം വരും. അതെ. അപ്പൊ അതിലെ ഒരു പൂർവീകരണം ഏത് സഭയ്ക്കും ആവശ്യമാണ്, അത് ബ്രദറൻ സഭയ്ക്കും ആവശ്യമാണ്. നീ ഒരു ലീഡർഷിപ്പ് വേണമെന്നൊരു തോന്നലുണ്ടോ? ഏകീകൃതമായ ലീഡർഷിപ്പ് അല്ല. സ്ഥലം സഭയ്ക്ക് ഒരു ലീഡർ, ദൈവവചനം പറഞ്ഞിരിക്കുന്ന വ്യക്തമായ ലീഡർഷിപ്പ് ഉണ്ടായിരിക്കണം. അത് സ്ഥലം സഭയെ ഭരിക്കുന്നത് മൂപ്പന്മാരാണ്. ആ മൂപ്പന്മാര് ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രം വേർതിരിഞ്ഞവരായിരിക്കണം. അത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് അവർ വേറെ ജോലി ചെയ്യാൻ പാടില്ല. അവര് വേറെ ജോലി ചെയ്താൽ അവർക്ക് സമയമില്ല. ജോലി വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അവർക്ക് ജോലി ചെയ്യാം. ഇപ്പൊ പൗലോസ് കൂടാരപ്പണി ചെയ്തു. അത് ആ സമയത്ത് സഭകൾ സ്ഥാപിക്കുമ്പോൾ സഭയിലെ അംഗങ്ങൾ പൗലോസിനെ സഹായിക്കുവാനുള്ള ടീച്ചിങ് അവർക്ക് കിട്ടിയിട്ടില്ല. മക്കതോന്യ സഭകൾ കൊടുക്കുവാൻ പൗലോസ് പിന്നീട് അവരെ പഠിപ്പിച്ചു. അവര് 3 ആണ്ടിന് മുൻപേ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞു. അപ്പം മക്കതോന്യ സഭകൾ ഒരുങ്ങി എരിശിലേമിലുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്, കൊരിന്തിലുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള ടീച്ചിങ് തുടങ്ങുന്നതിന് മുമ്പ് പൗലോസ് പ്രസംഗിക്കുകയാണ്. ആരും ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അത്യാവശ്യം ഉപജീവനത്തിനൊരു ജോലി ചെയ്തു. എന്നാൽ കൂടുതൽ സമയം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ശുശ്രൂഷയ്ക്ക് വേർതിരിഞ്ഞവരായിരിക്കണം. ഉദാഹരണം, ഒരു കാര്യം കൂടെ, അവൻ സഭയിൽ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും സുവിശേഷകന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അതില് സുവിശേഷകൻ അല്ല, പെന്തക്കോസ്ത് സഭയിലാണെങ്കിൽ പാസ്റ്റർ മാത്രം ഫുൾ ടൈം ആയിട്ട് എല്ലാവരും പാസ്റ്റർമാരായി. എന്നാൽ ഇതിൽ ഓഫീസിലെ എല്ലാ ഓഫീസും ഫുൾ ടൈമാണ്. ഞാൻ മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ബ്രദറൻ സഭയ്ക്ക് വേർതിരിഞ്ഞ നേതൃത്വം ലഭിക്കും. അപ്പൊ കുറെ കൂടെ സഭയ്ക്ക് അത് പ്രയോജനകരമാണ്. പരിപാലനമാണ് ഒരു സഭയുടെ നട്ടെല്ലെന്ന് പറയും. ഞാൻ മനസ്സിലായി. ആ വന്ന വിശ്വാസികളെ ചേർത്ത് പിടിച്ചു നിർത്തുക, മനസ്സിലായി. അപ്പൊ അതിന് ബിസിനസ്സുകാർക്കും സാറുമാർക്കും പ്രൊഫസർമാർക്കും ഒക്കെ അത്രയും സമയമേ കിട്ടുന്നുള്ളൂ. അവർക്ക് സൺഡേ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പൊ ഇതിനോടകം വിശ്വാസികൾ പലയിടത്തായിട്ട് തെറിച്ചു പോയെന്ന് വരും. അവരെ ചേർത്ത് പിടിച്ചു നിർത്തണം, അവരെ ധൈര്യപ്പെടുത്തണം, മുറിവ് കെട്ടണം, പിന്മാറിപ്പോയതിനെ തിരിച്ചു കൊണ്ടുവരണം. ഇതെല്ലാം മൂപ്പന്റെ ജോലിയാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും പൊതുവെ സാറിന് പറയാനുള്ള കാര്യം? ഒരു വീഡിയോയിലൊന്നും നമ്മുടെ പ്രോഗ്രാം തിരികെയല്ല, ഇപ്പോൾ തന്നെ നല്ലൊരു സമയമായി. ഇനി എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനായിട്ടുണ്ടോ? ജീവിതത്തിലെയോ അല്ലെങ്കിൽ ഉപദേശപരമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇന്നത്തെ ആത്മീയ കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളോട് പറയാനുണ്ടോ? പ്രധാനപ്പെട്ട കാര്യം പൗലോസ് പറഞ്ഞതുപോലെ, നീ നിന്നെ തന്നെ സൂക്ഷിക്കുക, ഉപദേശത്തെ സൂക്ഷിക്കുക. പ്രസംഗിക്കുകയും ഉപദേശത്തെ സൂക്ഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മെ തന്നെ സൂക്ഷിക്കുക എന്ന് പറയുന്ന സുപ്രധാനമായ ഘടകം, അത് ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട് ജീവിക്കുക. അത് വ്യക്തിപരമായി നാം അത് ചെയ്യുമെന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതല്ലാതെ ആരെയും അല്ലാതെ അങ്ങോട്ട് അടിച്ചേൽപ്പിച്ച് നന്നാക്കാനായിട്ട് സാധിക്കത്തില്ല. സ്വയം നന്നാകുക, അത് കാണിച്ചു കൊടുക്കുക. അങ്ങനെ ആ വ്യത്യസ്തതയാണ് ഓരോ സഭയുടെയും പിതാക്കന്മാർ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ആളുകൾ അതിലേക്ക് ആകർഷിക്കപ്പെട്ടത്. അവർ പറഞ്ഞ ഉപദേശം ആളുകൾ കേട്ടു. എന്നാൽ ഇന്ന് ആളുകൾ കേൾക്കുന്നില്ല. കാരണം there is no life and there is no adding to the church. ഓക്കെ സാറേ, അപ്പോൾ ഇത്രയും സമയം സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. ദൈവം സാറിനെ ധാരാളം വട്ടം അനുഗ്രഹിക്കും. താങ്ക് യു വെരി മച്ച്. ഇങ്ങനെ വന്ന് കാണുവാനും പരിചയപ്പെടുവാനും ഇത്രയും കാര്യങ്ങൾ ആശയപരമായിട്ടും ഉപദേശപരമായിട്ടും ഒക്കെ പങ്കുവയ്ക്കുവാൻ ഇടയായതോർത്ത് പ്രത്യേകം TV-ക്കുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.